ഹലോ സ്റ്റുഡൻസ്. അപ്പം നമ്മൾ അടുത്തത് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിലോട്ടാണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കാണാം ഗ്രൂപ്പ് എയ്ക്കും ബിക്കും സെക്കൻഡ് മൊഡ്യൂൾ, നമ്മുടെ ഗ്രൂപ്പ് സിക്ക് അത് ഫസ്റ്റ് മൊഡ്യൂളായിട്ടാണ് വന്നേക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന ഇങ്ങനെ രണ്ട് ഗ്രൂപ്പുകൾക്കും കോമൺ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ്. കാരണം ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയിട്ട് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് ടോപ്പിക്സുകളാണ് ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പം ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് നാനോ മെറ്റീരിയൽസ് ആണ്. നാനോ മെറ്റീരിയൽസിനകത്ത് അവരുടെ ടൈപ്സ് ഉണ്ട്, അവരുടെ സിന്തസിസ് ഒട്ടുമിക്ക തവണയും ചോദിക്കുന്നതാണ് സിന്തസിസ്. പിന്നെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ നാനോ മെറ്റീരിയൽസ്, ഗ്രാഫീൻ, ഫുള്ളറിൻ, കാർബൺ നാനോ ട്യൂബ്, സൂപ്പർ കപ്പാസിറ്റേഴ്സ് ഒക്കെ അടിപൊളി നാനോ മെറ്റീരിയൽസ് ആണ്. അവരുടെ ആപ്ലിക്കേഷൻസും ഡിസ്കസ് ചെയ്യുന്നത്. പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അതിനകത്ത് ടൈപ്സ് ഓഫ് കണ്ടക്ടിങ് പോളിമേഴ്സ് ആണ്. ശ്രദ്ധിച്ചോളൂ, ടൈപ്സ് ഓഫ് കണ്ടക്ടിങ് പോളിമേഴ്സ് ആയിട്ടുള്ള അത് ഏതൊക്കെയാണ്? നമ്മൾ കോൺജുഗേറ്റഡ് പൈ ഇലക്ട്രോൺ കണ്ടക്ടിങ് പോളിമേഴ്സ് ഉണ്ട്, ഡോപ്ഡ് പോളിമേഴ്സ് ഉണ്ട്, ബ്ലെൻഡഡ് പോളിമേഴ്സ് ഉണ്ട്, അങ്ങനെ കണ്ടക്ടിങ് എലമെന്റ്സ് ഫിൽഡ് പോളിമേഴ്സ്, അങ്ങനെ 4 തരത്തിലെ കണ്ടക്റ്റീവ് പോളിമേഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് തന്നെ ഈ പറഞ്ഞ കോൺജുഗേറ്റഡ് പൈ ഇലക്ട്രോൺ കണ്ടക്ടിങ് പോളിമർ പറഞ്ഞില്ല, അതിന് 2 ആൾക്കാരാണ്, പോളി അനിലിനും പോളിപൈറോളും. അവർ രണ്ടുപേരുടെയും സിന്തസിസും ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്രൂപ്പ് സിക്ക് മാത്രമായിട്ടാണ് ഫ്യൂവൽസ് എന്നുള്ള ടോപ്പിക് ഉണ്ട്. നിങ്ങൾ ഗ്രൂപ്പ് സിയുടെ ഫസ്റ്റ് മോഡ്യൂളിനകത്ത് കാണാം, ആദ്യമേ ഫ്യൂവൽസ് വെച്ച് തുടങ്ങുന്ന. ഫ്യൂവൽസിനകത്ത് ശരിക്കും പറഞ്ഞാൽ ബോംബ് കലോറിമീറ്റർ ഉണ്ട്. എങ്ങനെയാണ് ഫ്യൂവൽസിന്റെ കലോറിഫിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? യെസ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പായിട്ട് എനിക്ക് ഇപ്പം ഇതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറയുമ്പം അത്യാവശ്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൂപ്പർ കപ്പാസിറ്റർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് ശരിക്കും ശ്രദ്ധിക്കുകയാണെങ്കിൽ കാർബൺ നാനോ ട്യൂബ്സും സൂപ്പർ കപ്പാസിറ്റേഴ്സും അതുപോലെ സിന്തസിസും ടൈപ്സും നാനോ മെറ്റീരിയൽസിനകത്ത് ഗ്രാഫീനെ ഫുള്ളറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവരാണ് ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാർ, മീൻസ് ടോപ്പ് പ്രയോറിറ്റിയിൽ നിൽക്കുന്ന ആൾക്കാർ. അത് കഴിയുമ്പോഴത്തേക്ക് കണ്ടക്ടിങ് പോളിമേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പോളി അനിലിൻ കുറച്ചും കൂടെ കണ്ടക്ടിങ് പോളിമേഴ്സിനകത്ത് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ബോംബ് കലോറിമീറ്റർ ഫോർ ദ ഗ്രൂപ്പ് സി സ്റ്റുഡൻസ് ആണ് ലാസ്റ്റിലെ നമ്മൾ ഡിസ്കസ് ചെയ്തുള്ളൂ. ബോംബ് കലോറിമീറ്ററിനകത്ത് നമ്മൾ കലോറിഫിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല ഉണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രോബ്ലംസ് വരാനുള്ള സാധ്യത. പ്രോബ്ലംസ് ഭയങ്കര കോംപ്ലിക്കേറ്റ് ഒന്നും എല്ലാം തന്നിട്ടുണ്ടാവും, ജസ്റ്റ് ഒന്ന് എഴുതി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? യെസ്. സോ ഫസ്റ്റ് വിതൗട്ട് എനി ലാഗ്, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നാനോ മെറ്റീരിയൽസ്. നാനോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഏരിയ ആണ്. നാനോ ടെക്നോളജി എന്ന് പറഞ്ഞാൽ വലിയൊരു ഏരിയ. നാനോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ആ ഒരു നാനോ സ്കെയിൽ റേഞ്ചിലുള്ള മെറ്റീരിയൽസ് ആണ്. എന്ന് പറഞ്ഞാൽ ദ നാനോ മെറ്റീരിയൽസ് ആർ ദോസ് മെറ്റീരിയൽസ് ഹൂസ് ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് ലൈസ് ബിറ്റ്വീൻ 1 and 1000 നാനോമീറ്റർ. ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളൊരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് എടുത്തു, എക്സ് വൈ സെഡ് ആണെന്ന് ചോദിച്ചാൽ അതിനകത്ത് ഒരു ഡയമെൻഷൻ കാണും, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരൊറ്റ ഡയമെൻഷൻ. ആ ഡയമെൻഷൻ ആയിരിക്കും ചിലപ്പോൾ ആ ഒരു സബ്സ്റ്റൻസിന്റെ മൊത്തത്തിലുള്ള പ്രോപ്പർട്ടീനെ നിർണ്ണയിക്കുന്ന ഡയമെൻഷൻ ആയിരിക്കും. ആ ഒരൊറ്റ ഡയമെൻഷനാണ് ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ മെറ്റീരിയൽസ് ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് ലൈസ് ബിറ്റ്വീൻ ആ ഒരു ഒറ്റ ഡയമെൻഷൻ നാനോമീറ്റർ റേഞ്ച് എന്ന് വെച്ചാൽ 1 തൊട്ട് 1000 നാനോമീറ്റർ റേഞ്ചിന്റെ ഇടയ്ക്കാണ് ആ ഒറ്റ ഡയമെൻഷൻ പെടുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ മെറ്റീരിയൽസിനെയാണ് നമ്മൾ നാനോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചോ, അത് ഇവിടെ ഒരു ചാർട്ട് ഞാൻ വലിയൊരു ഫിഗർ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ കാണിച്ചേക്കണേ. ഇവിടെ നോക്കിക്കേ, നമ്മുടെ വോളിബോൾ വലിയതാണ് അല്ലേ, അതിൻ്റെയൊക്കെ മാക്രോ മെറ്റീരിയൽസ് ആണ്. അതൊക്കെ എന്ന് പറയുമ്പോൾ അതിന്റെ റേഞ്ച് നോക്കിക്കേ, 1 മീറ്റർ, 1 ഡെസിമീറ്റർ, 1 സെന്റിമീറ്റർ, ആ ലാർജസ്റ്റ് മെറ്റീരിയൽസ് ആണ്. പിന്നെ നമ്മുടെ മുടി, നമ്മുടെ ഹ്യൂമൻ ഹെയർ ഒറ്റൊരു സ്ട്രാൻഡ് എന്ന് പറയുന്നത് നോക്കിക്കേ മൈക്രോമീറ്റർ റേഞ്ചിലാണ് കിടക്കുന്നത്. മനസ്സിലായി? 100 മൈക്രോമീറ്റർ. ഇവിടെ പോയി? യെസ്, ഇത് 100 മൈക്രോമീറ്റർ റേഞ്ചിലാണ്. അത് കഴിയുമ്പോൾ നമ്മുടെ റെഡ് ബ്ലഡ് സെൽ, RBC, അങ്ങനെയൊക്കെ പോയി ബാക്ടീരിയാസ് ഒക്കെ തന്നെ മൈക്രോ മെറ്റീരിയൽസ് ആണ്. ഈ മൈക്രോ മെറ്റീരിയൽ എന്ന് വെച്ചാൽ മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 10⁻⁻⁶ മീറ്റർ. നമ്മുടെ ഇങ്ങോട്ട് മാറുമ്പോൾ നാനോ മെറ്റീരിയൽസ്, നമ്മുടെ DNA, ആറ്റംസ്, അതൊക്കെ നാനോമീറ്റർ റേഞ്ചാണ്. നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് പറയുക? 10⁻⁹ മീറ്റർ. എത്ര കുഞ്ഞതെന്ന് ആലോചിച്ചേ. നമ്മൾ സെന്റിമീറ്റർ മീറ്ററിന്റെ ലോകത്തിൽ നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁹ മീറ്റർ ആണ്. അപ്പൊ അങ്ങനത്തെ മെറ്റീരിയൽസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെയാണ്? അപ്പൊ ആദ്യമേ നമ്മൾ പോകുന്നതെന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് നാനോ മെറ്റീരിയൽസ് ആണ്. 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ബേസ്ഡ് ഓൺ ഡയമെൻഷൻ ആൻഡ് ബേസ്ഡ് ഓൺ മെറ്റീരിയൽസ്. ബേസ്ഡ് ഓൺ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നല്ല ഫിഗർ ഒക്കെ വെച്ച് കാണിച്ചേക്കുന്നതിന്റെ ഒരു പർപ്പസ് എന്താന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? ഓക്കെ, യെസ്. അപ്പൊ നോക്കിക്കേ, നാനോമീറ്റേഴ്സ് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ബേസ്ഡ് ഓൺ ഡയമെൻഷൻ. 0 ഡയമെൻഷൻ, 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ. 0 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ all 3 dimensions are within the nanometer range. All 3 dimensions are
വിത്തിൻ ദ നാനോമീറ്റർ എന്ന് പറയുമ്പോൾ നോക്കിക്കേ, കാർബൺ ക്വാണ്ടം ഡോട്ട്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫുള്ളറീൻസ് ആപ്ലിക്കേഷൻസ് ആണ് കാർബൺ നാനോമീറ്റേഴ്സ്. അവരുടെ എല്ലാ ഡയമെൻഷനും ഇപ്പം 3 ഡയമെൻഷൻ, ആ 3 ഡയമെൻഷൻസും എന്താണ് നാനോമീറ്ററിലായിരിക്കും. നോക്കിക്കേ, ഇവിടെ ഞാൻ മെറ്റീരിയൽസ് ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് എന്നാ നോക്കി, ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് എന്ന് പറയുമ്പോൾ ഒറ്റൊരു ഡയമെൻഷന്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്, മനസ്സിലായാലും. പക്ഷേ 0 ഡയമെൻഷൻ നാനോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ആ മെറ്റീരിയലിന്റെ എല്ലാ ഡയമെൻഷൻസും നാനോമീറ്റർ റേഞ്ചിലായിരിക്കും. 1 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 1 ഡയമെൻഷൻ ഒഴികെ ബാക്കിയുള്ള 2 ഡയമെൻഷൻസും നാനോമീറ്ററിലായിരിക്കും, മനസ്സിലായല്ലോ. 2 ഡയമെൻഷൻ ഇൻ നാനോമീറ്റർ റേഞ്ച്. ഒരു ഡയമെൻഷൻ ഒഴികെ ഇപ്പൊ നമുക്കൊരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ 3 XYZ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ Z ഒഴികെ ബാക്കി എക്സും വൈയും നാനോമീറ്റർ റേഞ്ചിലായിരിക്കും. അവരുടെ എക്സാമ്പിൾസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്ന കാർബൺ നാനോ ട്യൂബ്സ് എന്ന് പറഞ്ഞാൽ. അവിടെ 2 ഡയമെൻഷൻ മാത്രമേ നാനോമീറ്റർ റേഞ്ചിലുള്ളൂ. ഓക്കെ ആണോ? യെസ്. അടുത്ത 2 ഡയമെൻഷൻ ആണ്. 2 ഡയമെൻഷന്റെ പ്രത്യേകത 2 ഡയമെൻഷൻ ഒഴികെ ബാക്കി എല്ലാ ഡയമെൻഷൻസും നാനോമീറ്റർ റേഞ്ച്. അപ്പം 3 ഡയമെൻഷൻ ആണെങ്കിൽ 2 ഡയമെൻഷൻ ഒഴികെ ബാക്കി എത്രയാണ്? ആകെ ഒരൊറ്റ ഡയമെൻഷനുള്ള ആ ഒരു ഡയമെൻഷൻ എന്തായിരിക്കും? നാനോമീറ്റർ റേഞ്ചിലായിരിക്കും. അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ ഗ്രാഫീന്റെ ഷീറ്റുകളുണ്ട്, കാണിച്ചു തരാം കേട്ടോ. അതുപോലെ തന്നെ കാർബൺ കോട്ടൺ നാനോ പ്ലേറ്റ്സ് ഒക്കെ തന്നെ 2 ഡയമെൻഷൻ ഒഴികെ ആകെ ഒരൊറ്റ ഡയമെൻഷൻ മാത്രമേ നാനോമീറ്റർ റേഞ്ചിൽ പെടുന്നുള്ളൂ. അടുത്ത 3 ഡയമെൻഷനാണ്. 3 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ എന്താ? എല്ലാ ഡയമെൻഷൻസും ഔട്ട്സൈഡ് ദ നാനോമീറ്റർ ആയിരിക്കും. ഓൾ 3 ഡയമെൻഷൻസ് ആർ ഔട്ട്സൈഡ് ദ നാനോമീറ്റർ. ഓക്കെ ആണോ? യെസ്. എന്താണ്? മൊത്തത്തിലുള്ള ഡയമെൻഷൻസ് എല്ലാം തന്നെ പുറത്ത്. 3 ഡയമെൻഷൻ ആണ് നമ്മൾ മിക്കവാറും ഡിസ്കസ് ചെയ്യുന്നത്, നമ്മുടെ എല്ലാം 3 ഡയമെൻഷൻ. അപ്പൊ 3 ഡയമെൻഷൻസ് ഔട്ട്സൈഡ് ദ നാനോമീറ്റർ റേഞ്ചിലാണെങ്കിലാണ് നമ്മൾ 3 ഡയമെൻഷൻ എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ പോളി ക്രിസ്റ്റലൈൻ, ഡെൻഡ്രൈമർ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. എക്സാമ്പിൾസോട് കൂടി പഠിക്കാം. ഓക്കെ ആണല്ലോ? യെസ്. ആ ഫുള്ളറീൻസ് 0 ഡയമെൻഷൻ ആണ്. 0 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഡയമെൻഷനും വിത്തിൻ ദ നാനോമീറ്റർ റേഞ്ചിലായിരിക്കും. ഓക്കെ ആണോ? യെസ്. അപ്പൊ അടുത്തെന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻ, നാനോ മെറ്റീരിയൽസിന് 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ബേസ്ഡ് ഓൺ ഡയമെൻഷൻ ആണ്. 0 ഡയമെൻഷൻ, 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ ആൻഡ് 3 ഡയമെൻഷൻ. ഓക്കെ ആണോ? യെസ്. ബേസ്ഡ് ഓൺ മെറ്റീരിയൽസ് 4 എണ്ണം ഉണ്ട്. കാർബൺ ബേസ്ഡ്, മെറ്റൽ ബേസ്ഡ്, ഡെൻഡ്രൈമേഴ്സ്, കമ്പോസിറ്റ്സ്. കാർബൺ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാനോ മെറ്റീരിയൽസ് കാർബൺ മെറ്റീരിയൽസ് ആയിരിക്കും. നാനോ മെറ്റീരിയൽസിന് കാർബൺ കമ്പോസ്ഡ് നാനോ മെറ്റീരിയൽസ് ആയിരിക്കും, മനസ്സിലായല്ലോ? അതെ. അപ്പൊ അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് അവർ ഏകദേശം ട്യൂബുകൾ, നമ്മുടെ കാർബൺ നാനോ ട്യൂബ് ഇല്ലേ? അതെ, കാർബൺ നാനോ ട്യൂബ് എന്ന് പറയുന്നത് കാർബൺ വെച്ചിട്ടാണ് ആ നാനോ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നത്. അതാണ് കാർബൺ ബേസ്ഡ്. അടുത്ത മെറ്റൽ ബേസ്ഡ് ഉണ്ട്. ഗോൾഡും സിൽവറും. ദേ ഇപ്പുറത്തോട്ട് മാറി തന്നെ നിങ്ങൾക്ക് കാണാം. ദേ നോക്കിക്കേ, എവിടെ പോയി? ഗോൾഡിന്റെ നാനോ വയേഴ്സ്, മനസ്സിലായല്ലോ? ഗോൾഡും സിൽവറും അതുപോലെ തന്നെ അവിടെ ഓക്സൈഡുകൾ ചേർന്ന്, മെറ്റൽ ഓക്സൈഡ്, ഗോൾഡ് ഓക്സൈഡ്, സിൽവർ ഓക്സൈഡ്സ്, അങ്ങനത്തെ ആൾക്കാരെ വെച്ചിട്ടുള്ള നാനോ മെറ്റീരിയൽസ് ഉണ്ട്. അടുത്ത ഡെൻഡ്രൈമേഴ്സ് ആണ്. ഡെൻഡ്രൈമേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ മരത്തിന്റെ ചില്ലകൾ പോലെയാണ് അവരുടെ ഒരു സ്ട്രക്ചർ. അങ്ങനത്തെ നാനോ മെറ്റീരിയൽസ് ആണ്. അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇങ്ങനെ ബ്രാഞ്ചസ് കാണും. നിങ്ങൾക്ക് ഫിഗറിനകത്ത് നോക്കിക്കേ, ഇതാണ് ഫസ്റ്റ് ലെയർ, ഇതാണ് സെക്കൻഡ് ലെയർ, ഇതാണ് തേർഡ് ലെയർ. അവരുടെ ഈ ബ്രാഞ്ചസിന്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഈ സ്ഥലങ്ങളൊക്കെ ഇല്ലേ, അവിടെ വെച്ചിട്ട് നമുക്ക് ഡ്രഗ്സ്, നമ്മുടെ മെഡിസിൻസിനുണ്ട്, ഡ്രഗ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യും നമ്മുടെ ബോഡിക്കകത്തോട്ട്. മനസ്സിൽ ഡ്രഗ് ഡെലിവറിക്കകത്ത് ഇത് സഹായിക്കാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഡെൻഡ്രൈമേഴ്സ് പോളിമേഴ്സ് ആണ്, നാനോ സ്കെയിലുള്ള പോളിമേഴ്സ് ആണ്. അവരുടെ ക്യാവിറ്റീസിനുള്ളിൽ നമുക്ക് ഡ്രഗ്സിനെ പ്ലേസ് ചെയ്ത് ഡ്രഗ് ഡെലിവറി നടത്താൻ പറ്റും. അത്ര അഡ്വാൻസ്ഡ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ അതുപോലെ തന്നെ ഈ പറയുന്ന കോമ്പോസിറ്റ്സ് ഉണ്ട്. കോമ്പോസിറ്റ്സ് എന്ന് പറയുന്നത് അതെ, കാർബൺ നാനോ കമ്പോണന്റ് ഇസ് പ്യുവർ കാർബൺ. നോക്കിക്കേ, നാനോ മെറ്റീരിയൽസ് അതാണ് ബേസ്ഡ് ഓൺ മെറ്റീരിയൽസ് പറയുന്നുണ്ട്. കാർബൺ ബേസ്ഡ് എന്ന് പറയുന്നത് കാർബൺ ബേസ്ഡ് നാനോ മെറ്റീരിയൽസ് ഉണ്ട്. ഈ പറയുന്ന മെറ്റൽ ബേസ്ഡ് നാനോ മെറ്റീരിയൽസ് അത് ഗോൾഡും സിൽവറും മെറ്റൽ ഓക്സൈഡും ആണ്. അവിടെ കാർബൺ വരുന്നില്ല. ഓക്കെ ആണോ? കോമ്പോസിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മൾ ഈ പെയിന്റിന്റെ പരസ്യം കണ്ടിട്ടില്ലേ? പായലെ ഇവിടെ, പൂപ്പല ഇവിടെ, അങ്ങനെ പെയിന്റിന്റെ പരസ്യമില്ലേ? ആ സംഭവം വെറുതെ ഒന്നും അല്ല കേട്ടോ. അതൊക്കെ കെമിസ്ട്രിയുടെ ആൾക്കാരാണ്. എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പറയുന്ന പെയിന്റിനകത്തോട്ടൊക്കെ നമ്മൾ എന്തിനെ ചേർക്കും? ഈ പറയുന്ന നമ്മുടെ നാനോ മെറ്റീരിയൽസിനെ ചേർക്കും. നാനോ മെറ്റീരിയൽസിനെ ചേർത്ത് കഴിയുമ്പോഴത്തെ അവിടെ പ്രോപ്പർട്ടീസ് എൻഹാൻസ്ഡ് ആവും. അങ്ങനത്തെ നാനോ മെറ്റീരിയൽസിനെയാണ് കോമ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? നോക്കിക്കേ, മെറ്റൽ പ്ലസ് നാനോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ പോളിമർ അല്ലെങ്കിൽ മെറ്റൽ ആയിക്കോട്ടെ, എന്തിനെങ്കിലും പെയിന്റ് വളരെ എക്സാമ്പിൾ ആണ്. പെയിന്റിനകത്തോട്ട് നമ്മൾ ഈ നാനോ മെറ്റീരിയൽസ്, ഇപ്പൊ ഗ്രാഫൈൻ ആയിക്കോട്ടെ, ഗ്രാഫൈറ്റ് ആയിക്കോട്ടെ, അങ്ങനത്തെ നാനോ മെറ്റീരിയൽസിനെ നമ്മൾ ആഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പെയിന്റിന്റെ റസ്റ്റിംഗ്, പെയിന്റ് തുരുമ്പിക്കാതിരിക്കുക, ഇങ്ങനെ പായലൊക്കെ പിടിക്കാതിരിക്കുക, അതൊക്കെ പ്രോപ്പർട്ടീസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഈ കോമ്പോസിറ്റ്സിന്റെ സഹായത്തോടു കൂടി. ഓക്കെ ആണോ? യെസ്.
അടുത്തത് പറയുമ്പോഴത്തേക്ക് സിന്തസിസ് ഓഫ് നാനോ മെറ്റീരിയൽസ് ആണ്. നമുക്ക് നാനോ മെറ്റീരിയൽസിന്റെ സിന്തസിസ് ഷുവർ ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം സിന്തസിസ് ഓഫ് നാനോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ സിന്തസിസ് നടത്താം. ഒന്ന് ഹൈഡ്രോളിസിസ് പ്രോസസ്സും ഒന്ന് റിഡക്ഷൻ പ്രോസസ്സും. ഹൈഡ്രോളിസിസ് പ്രോസസ്സിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, നാനോ മെറ്റീരിയൽസ് ബേസ്ഡ് ഓൺ മെറ്റൽ എന്ന് പറഞ്ഞില്ലേ, മെറ്റൽ ബേസ്ഡ് നാനോ മെറ്റീരിയൽസ് പറഞ്ഞില്ല, അതിനകത്ത് ഗോൾഡും സിൽവറും അതുപോലെ തന്നെ മെറ്റൽ ഓക്സൈഡ്സ്, എങ്ങനെയാണ് നാനോ മെറ്റീരിയൽസ് ഓഫ് മെറ്റൽ ഓക്സൈഡ്സിനെ നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് സിന്തസൈസ് ചെയ്തെടുക്കുന്നുള്ളതാണ് ഈ ഹൈഡ്രോളിസിസ് പ്രോസസ്സിനകത്ത് പറഞ്ഞത്. അപ്പം നാനോ മെറ്റീരിയൽസ് ഓഫ് മെറ്റൽ ഓക്സൈഡ്സ് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ഈ ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, ടൈറ്റാനിയം ഡയോക്സൈഡ് മെറ്റൽ ഓക്സൈഡ് ആണ്, അത് നാനോ മെറ്റീരിയൽ ആണ്, മനസ്സിലായല്ലോ. അവരെ ശരിക്കും ഹൈഡ്രോളിസിസ് എന്നുള്ള പ്രോസസ്സിന് വിധേയമാക്കുമ്പോൾ ആരുടെ നോക്കിക്കേ, ഇതാണ് മെറ്റൽ ആൽക്കോക്സൈഡ്. മെറ്റൽ ആൽക്കോക്സൈഡ് എന്ന് പറഞ്ഞാൽ വലിയ കോംപ്ലക്സ് കോമ്പൗണ്ട് ആണ്, മനസ്സിലായല്ലോ. എന്ന് പറയുമ്പോൾ നമ്മുടെ ഇത് നോക്കിക്കേ, മെറ്റൽ ആൽക്കോക്സൈഡ് എന്ന് പറയുമ്പോൾ ഇത് മെറ്റൽ ഭാഗവും നമ്മുടെ ആൽക്കഹോൾ ഗ്രൂപ്പിലെ, ആൽക്കഹോൾ എന്ന് OH ഗ്രൂപ്പ് അല്ലേ, ആ OH ഗ്രൂപ്പിനകത്ത്, ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ OH ഗ്രൂപ്പ്, ആ OH ഗ്രൂപ്പിനകത്ത് Hനെ റീപ്ലേസ് ചെയ്തിട്ട് R എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആൽക്കൈൽ ഗ്രൂപ്പാണ്. എത്തലിനാവാ, മീഥൈലാവാ, അങ്ങനത്തെ ആൽക്കൈൽ ഗ്രൂപ്പിനെ Hനെ മാറ്റി ആൽക്കൈൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്ത് കഴിഞ്ഞ് മെറ്റലിനെ ഇങ്ങനെ വെക്കുമ്പോഴാണ് മെറ്റൽ ആൽക്കോക്സൈഡ് കോംപ്ലക്സ് കോമ്പൗണ്ട്. ആ കോംപ്ലക്സ് കോമ്പൗണ്ടിനെ ഹൈഡ്രോളിസിസ് പ്രോസസ്സിന് വിധേയമാക്കുമ്പോഴാണ് നമുക്ക് മെറ്റൽ ഓക്സൈഡ്സ് കിട്ടുന്നത് ഓഫ് നാനോമീറ്റർ റേഞ്ച്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, വാട്ട് ഈസ് മെൻ ബൈ ഹൈഡ്രോളിസിസ്? ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് കോമ്പൗണ്ട്സ്, എല്ലാവരും എഴുതിക്കോളൂ, കോംപ്ലക്സ് കോമ്പൗണ്ട്സ് ആർ ബ്രോക്കൺ ഡൗൺ into simpler compounds. സിംപ്ലർ ആക്കി മാറ്റുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് വാട്ടർ, മനസ്സിലായല്ലോ. H2O സഹായത്തോടുകൂടി ഈ പറഞ്ഞ കോംപ്ലക്സ് കോമ്പൗണ്ടിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് സിംപ്ലർ കോമ്പൗണ്ട്സ് ആക്കി മാറ്റുന്നത്. ആ പ്രോസസ്സിനെയാണ് ഹൈഡ്രോളിസിസ്. അപ്പം മെറ്റൽ ആൽക്കോക്സൈഡ്സ് ആർ അണ്ടർഗോയിങ് ഹൈഡ്രോളിസിസ് പ്രോസസ് ടു പ്രൊഡ്യൂസ് മെറ്റൽ ഓക്സൈഡ്സ്. കിട്ടിയല്ലോ. അപ്പൊ ഈ മെറ്റൽ ഓക്സൈഡ്സ് കിട്ടിയ, യെസ്, ഇത് ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ ആണ്. പക്ഷെ ഈ കിട്ടുന്ന മെറ്റൽ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ഇംപ്യൂർ ആണ്, മനസ്സിലായാലും ഇംപ്യൂർ ഫോം ആണ്. ആ ഇംപ്യൂർ ഫോമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോൾ എന്ന് പറയുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലായല്ലോ. നമ്മൾ മെറ്റൽ ആൽക്കോക്സൈഡ്സിനെ ഹൈഡ്രോളിസിസ് പ്രോസസ്സിന് വിധേയമാകുമ്പോൾ മെറ്റൽ ഓക്സൈഡ്സ് ഉണ്ട്. ബട്ട് ഒബ്റ്റെയിൻ മെറ്റൽ ഓക്സൈഡ്സ് എന്താണ് പ്രത്യേകത? ആ മെറ്റൽ ഓക്സൈഡ്സിനകത്ത് എന്തുണ്ട്? ഈ പറയുന്ന ഇംപ്യൂർ ഫോമിലാണ് അവരിയ്ക്കുന്നത്. ഓക്കെ ആണ്, ഇംപ്യൂർ ഫോമിലാണ് അവരിയ്ക്കുന്നത്. ആ ഇംപ്യൂർ ഫോമിനെയാണ് നമ്മൾ സോൾ എന്ന് പറയുന്നത്. സോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സിനകത്ത് നമ്മളിങ്ങനെ സോളിഡ്സിനെ സസ്പെൻഡ്, കൊളോയിഡൽ പാർട്ടിക്കിൾ ആണ് ഈ സോൾ എന്ന് പറഞ്ഞാൽ, മനസ്സിലായല്ലോ. അപ്പം നമുക്ക് പ്യുവർ ഫോം ഓഫ് മെറ്റൽ ഓക്സൈഡ്സ് കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കാണ് സോൾ ജെൽ മെത്തേഡ്. അപ്പം സോൾ എന്ന് പറഞ്ഞാൽ ഇംപ്യൂർ മെറ്റൽ ഓക്സൈഡ്, അതിനെ ജെൽ ഫോർമാറ്റിലോട്ട് മാറ്റുമ്പോൾ എന്ന് വെച്ചാൽ ഫേസ് ട്രാൻസ്ഫോർമേഷൻ, മനസ്സിലായല്ലോ. ഫേസ് ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, നമുക്ക് ജെല്ല് കിട്ടുന്നത്. ദ ജെൽ ഇസ് എ പ്യുവർ ഫോം ഓഫ് വാട്ട് പറഞ്ഞേ, പ്യുവർ ഫോം ഓഫ് നമ്മുടെ മെറ്റൽ ഓക്സൈഡ്. അപ്പോൾ ഈ സോൾ ജെൽ ടെക്നിക്കിനകത്ത് എന്താ സംഭവിച്ചത്, ഫേസ് ട്രാൻസ്ഫോർമേഷൻ ആണ്. സോളിനെ ജെല്ലാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് pH വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോളിൽ നിന്ന് ജെല്ലിനെ കിട്ടും. പിന്നെ ജെല്ലിനെ എടുത്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഡ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും, പ്യുവർ ഫോം ഓഫ് മെറ്റൽ ഓക്സൈഡ്സ് കിട്ടും, മനസ്സിലായല്ലോ. അപ്പം ഹൈഡ്രോളിസിസ് പ്രോസസ്സിന് വിധേയമായി കഴിയുമ്പോഴത്തേക്ക് മെറ്റൽ ഓക്സൈഡ്സ് കിട്ടും, ഇംപ്യുവർ ഫോം ആണ്, അത് സോൾ ആണ്, മനസ്സിലായല്ലോ. എന്ന് പറഞ്ഞാൽ ലിക്വിഡിനകത്ത് സോളിഡ് നാനോ പാർട്ടിക്കിൾസ് ഇങ്ങനെ ഡിസ്പേഴ്സ് ചെയ്തേക്കുക. എല്ലാവരും ശ്രദ്ധിച്ചോളൂ, സോൾ എന്ന് പറഞ്ഞാൽ സോളിഡ് നാനോ പാർട്ടിക്കിൾ, NP എഴുതിക്കോട്ടെ, സോളിഡ് നാനോ പാർട്ടിക്കിൾ ഇൻ ലിക്വിഡ്. ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സിനകത്ത് സോളിഡ് നാനോ പാർട്ടിക്കിൾ എടുക്കും, അവരെ ജെല്ലാക്കി മാറ്റും. ജെല്ലെന്ന് പറയുമ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞാൽ, ഈ പറയുന്ന സോളിഡ് നാനോ പാർട്ടിക്കിളിനകത്ത്, സോളിഡ് നാനോ പാർട്ടിക്കിളാണ്, അതിനകത്ത് ലിക്വിഡ് കാണും. ലിക്വിഡിനകത്തല്ല സോളിഡ്, സോളിഡിനകത്ത് ലിക്വിഡ്, അതാണ് ഫേസ് ട്രാൻസ്ഫോർമേഷൻ, മനസ്സിലായല്ലോ. അതെ, അങ്ങനെ ആക്കി മാറ്റുമ്പോഴാണ് നമുക്ക് പ്യുവർ ഫോം ഓഫ് മെറ്റൽ ഓക്സൈഡ് കിട്ടുന്നത്. അതാണ് ഹൈഡ്രോളിസിസ്. വേറൊരു മെത്തഡ് ഉണ്ട്, റിഡക്ഷൻ പ്രോസസ്. അപ്പം ഈ ഹൈഡ്രോളിസിസിനകത്ത് മെറ്റൽ ഓക്സൈഡ്സുകളാണ് കിട്ടുന്നത്. റിഡക്ഷൻ പ്രോസസ്സിനകത്ത് നമുക്ക് എന്ത് കിട്ടും, ഗോൾഡും സിൽവറിൻ്റെ ഒക്കെ മെറ്റൽ ഡയറക്റ്റ് അവരുടെ നാനോ മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ റിഡക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പറയുന്ന ഗോൾഡും സിൽവറും റിഡക്ഷൻ അണ്ടർഗോ ചെയ്യുക എന്ന് വെച്ചാൽ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുക. അപ്പോൾ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു റിയാക്ഷൻ നമുക്ക് അത്ര ഇമ്പോർട്ടൻറ്റ്, ജസ്റ്റ് നമ്മൾ നോർമലി എഴുതി പോവാണ്. റിഡക്ഷൻ പ്രോസസ് നോക്കിയ സൊല്യൂഷൻ ഓഫ് മെറ്റൽസ് ആർ റെഡ്യൂസ്ഡ് ഇൻ ദ പ്രസൻസ് ഓഫ്
റിഡക്ഷൻ നടത്തണമെങ്കിൽ അസ്കോർബിക് ആസിഡ് പോലത്തെ റെഡ്യൂസിങ് ഏജൻസ് കാണും, പിന്നെ അതുപോലെ തന്നെ പ്രൊട്ടക്റ്റീവ് ഏജൻസ് കാണും, ഗ്ലൂക്കോസ്. അങ്ങനത്തെ ഉള്ളവരുടെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ റിഡക്ഷൻ പ്രോസസ് അണ്ടർഗോ ചെയ്യുന്നത്. ഹൈഡ്രോളിസിസ് ഫോർ ഒബ്റ്റൈനിങ് ദ മെറ്റൽ ഓക്സൈഡ്സ് ആൻഡ് റിഡക്ഷൻ ഫോർ ഒബ്റ്റൈനിങ് ദ ഗോൾഡ് സിൽവർ നാനോ പാർട്ടിക്കിൾസ്. മനസ്സിലായല്ലോ? യെസ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിനകത്ത് റിഡക്ഷനെക്കാട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സോൾ ജെൽ ടെക്നിക്. സോൾ ജെൽ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? പ്യുവർ ഫോം ആയിട്ടില്ല, മെറ്റൽ ഓക്സൈഡ്സിന് ഇംപ്യൂർ ഫോമിനെ പ്യുവർ ഫോം ആക്കുന്ന മെത്തേഡാണ് ഫേസ് ട്രാൻസ്ഫോർമേഷൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് നാനോ മെറ്റീരിയൽസ് ആണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻസ് ഓഫ് നാനോ മെറ്റീരിയൽസിനകത്ത് നമ്മൾ പലതരത്തിലുള്ള നാനോ മെറ്റീരിയൽസ് പഠിക്കും. അതിലൂടെ ആയിരിക്കും അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് കെമിസ്ട്രിയുടെ കുറച്ച് ഇന്നർ ഡെപ്ത് അനാലിസിസ് ആണ്. കാരണം കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. റിവിഷൻ ആണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ സിമ്പിളാക്കി നമുക്ക് കുറച്ച് കാര്യങ്ങളാണ്, അതൊക്കെ അങ്ങനത്തെ രീതിയിൽ തന്നെ പഠിച്ചാലേ പറ്റത്തുള്ളൂ. ഓക്കെ ആണോ? യെസ്, ഓക്കെ, ഫൈൻ. അപ്പോൾ ഗ്രാഫീൻ എന്ന് പറയുന്ന ആൾ നേരിട്ട് കിട്ടുന്ന ആളല്ല, ഗ്രാഫൈറ്റിൽ നിന്നാണ് കിട്ടുന്നത്. ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് ഗ്രാഫൈറ്റ്. എല്ലാവരും ശ്രദ്ധിച്ച്, ദിസ് ഇസ് എ സ്ട്രക്ചർ ഓഫ് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റിനകത്ത് ഇത് കാർബൺ, ഇത് കാർബൺ, ഇത് കാർബൺ, ഇത് കാർബൺ. മനസ്സിലായില്ലേ? ഫുൾ കാർബണിന്റെ ചെയിൻ ആണ്. മനസ്സിലായല്ലോ? ഈച്ച് കാർബൺ ആറ്റം ഈസ് കോവാലന്റ്ലി ബോണ്ടഡ് ടു അതർ 3 കാർബൺ ആറ്റംസ് എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, എല്ലാവരും ശ്രദ്ധിച്ചേ. ഇത് നമ്മുടെ മെയിൻ ആളാണ്. അയാൾ ആരൊക്കെ ആയിട്ടാണ് കോവാലന്റ്ലി ബോണ്ട്? 3 കാർബൺ ആറ്റംസുമായിട്ടാണ് അവർ കോവാലന്റ്ലി ബോണ്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ ഡിഫറെന്റ് ഷീറ്റ്സുകൾ വെച്ചിട്ടാണ് നമുക്ക് ഗ്രാഫൈറ്റ് കിട്ടുന്നത്. അതിനകത്ത് ഓരോ ഷീറ്റ് നോക്കി, ഇത് ഫസ്റ്റ് ഷീറ്റ്, ഇത് രണ്ടാമത്തെ ഷീറ്റ്, ഇത് രണ്ടാമത്തെ, ഇതാണ് രണ്ടാമത്തെ ഷീറ്റ്. ഫസ്റ്റ് ഷീറ്റ് എന്ന് വെച്ചാൽ നമ്മളൊരു ജസ്റ്റ് നിങ്ങളൊരു പേപ്പർ ഇങ്ങനെ വിരിച്ചിട്ടേക്കുന്നില്ല, ആദ്യത്തെ ഷീറ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ പേപ്പർ. ആ 2 ഷീറ്റുകൾ തമ്മിൽ വീക്ക് വാണ്ടർവാൾസ് ഫോഴ്സ് ആണ്. വാണ്ടർവാൾസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ വീക്ക് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. മനസ്സിലായല്ലോ? അതെ, വാൻഡർവാൾസ് ഫോഴ്സ്. മനസ്സിലായി? വീക്ക് അട്ടപ്പാൽ 2 ഷീറ്റുകൾ തമ്മിൽ വീക്ക് ഫോഴ്സ് ആണ് ഉണ്ടാവുന്നത്. മനസ്സിലായി? വീക്ക് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. ഈ ഗ്രാഫൈറ്റിനകത്തുനിന്ന് ഒരു ഷീറ്റിനെ ഇങ്ങോട്ട് മാറ്റിയെടുക്കുന്ന ആളാണ് ഗ്രാഫീൻ എന്ന് പറഞ്ഞാൽ. മനസ്സിലല്ലേ? ഇതാണ് നമ്മുടെ ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റിനകത്ത് ഒറ്റൊരു ഷീറ്റാണ് ഗ്രാഫീൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ വെരി വെരി ഗ്രാഫീൻ എന്നൊക്കെ പറഞ്ഞാൽ ദേ ആർ ദ അലോട്രോപ്സ് ഓഫ് കാർബൺ ആണ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ഫോം ഓഫ് കാർബൺ വിച്ച് ഹാവിംഗ് ഡിഫറെന്റ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. കാർബൺ കൊണ്ടാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്, ബട്ട് ദേ ആർ ദ ഡിഫറെന്റ് ഫോംസ് ഓഫ് കാർബൺ. അവർക്ക് കാർബണിന്റെ അതേ ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് അല്ല, ഡിഫറെന്റ് ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ ആണോ? യെസ്. അപ്പൊ നോക്കിക്കഴിയുവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്മുടെ എന്താണ് നമ്മുടെ ഗ്രാഫീൻ എന്ന് പറയുന്നതിനകത്ത്, അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് അല്ലെങ്കിൽ ഗ്രാഫീൻ ആയാലും ഈച്ച് കാർബൺ ആറ്റം ഈസ് കോവാലന്റ്ലി ബോണ്ടഡ് ടു അതർ 3 കാർബൺ ആറ്റംസ് ആണ് അല്ലെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ദിസ് ഗ്രാഫൈറ്റ് അല്ലെങ്കിൽ ഗ്രാഫീൻ എന്ന് പറഞ്ഞാൽ sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കൺസെപ്റ്റ് പഠിച്ചാൽ ഈ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ട് തൊട്ടുള്ള 11th 12th കെമിസ്ട്രിയാണ്. അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന നിങ്ങളുടെ 3rd മൊഡ്യൂൾ ഉണ്ടല്ലോ, എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി ആൻഡ് ആ ഒരു സബ്ജക്റ്റ്, ആ ഒരു ചാപ്റ്റർ അറിയണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡൈസേഷൻ പഠിക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ നല്ല അടിപൊളി ഫിഗേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞ പ്രൊസീജിയർ എന്താണെന്നറിയാമോ? 1 സെക്കൻഡ്. ഹൈബ്രിഡൈസേഷൻ എല്ലാവർക്കും കാണാമല്ലോ, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഈ പറയുന്ന ഹൈബ്രിഡൈസേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് മിക്സിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ടു ഫോം മോളിക്കുലാർ ഓർബിറ്റൽസ്. ഓക്കെ ആണല്ലോ? യെസ്, കേട്ടല്ലോ? അറ്റോമിക് ഓർബിറ്റൽസിനെ മിക്സ് ചെയ്തുണ്ടാവുന്നതാണ് മോളിക്കുലാർ ഓർബിറ്റൽസ്. ബട്ട് വൈ വി ആർ മിക്സിംഗ് അറ്റോമിക് ഓർബിറ്റൽസ്? ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിപ്പം കാർബണിന്റെ കാര്യം തന്നെ എടുത്തു. കാർബണിനകത്ത് 6 ഇലക്ട്രോൺസ് ഉള്ളത്. ആ 6 ഇലക്ട്രോൺസ് ശ്രദ്ധിച്ച്, കാർബണിന്റെ 6 ഇലക്ട്രോൺസ് ശ്രദ്ധിക്കണം. എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ ഒരു കൺസെപ്റ്റ് ഇപ്പൊ പഠിക്കാനുള്ള നിങ്ങൾ പഠിക്കൂ, ബാക്കിയുള്ള നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇപ്പൊ ഇത് ശ്രദ്ധിക്കൂ, ബിക്കോസ് ഹൈബ്രിഡൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മനസ്സിലാക്കാതെ കാണാതെ എഴുതാൻ പറ്റത്തില്ല ഈ കൺസെപ്റ്റ്സ് ഒന്നും. മനസ്സിലായല്ലോ? യെസ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഇതാണ് നമ്മുടെ കാർബൺ ആറ്റത്തിന് 6 ഇലക്ട്രോൺസ് ഉള്ളത്. 1s2 2s2 2p2. അപ്പം 1s2 എന്ന് പറയുന്ന ആ ലെയറിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്, 2sൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്, 2p2 എന്ന് പറഞ്ഞാൽ 2pxലും 2pyലും 2 ഇലക്ട്രോൺസ് വീതമുണ്ട്. Z വേക്കൻ്റ് ആണ്. അതാണ് കാർബണിന്റെ പ്രത്യേകത. അപ്പൊ ശരിക്കും പറയുവാണെന്നുണ്ടെങ്കിൽ അപ്പം സംഗതി എസും പിയും ആണ്.
എസും പിയും എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടും ഡിഫറെന്റ് എനർജി ഉള്ള ഓർബിറ്റൽസ് ആണ്. അവരെ പ്രോപ്പർലി മിക്സ് ചെയ്താൽ മാത്രമേ അവർക്ക് കോവാലന്റ് ബോണ്ട് ആയാലും അല്ലെങ്കിൽ ഏതെങ്കിലും ബോണ്ട് ഫോർമേഷനകത്ത് അവരെ ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ കാർബൺ വെറുതെ കാർബൺ ആയിട്ട് നിൽക്കുവല്ല. നോക്കിക്കേ, ഗ്രാഫീനകത്ത് തന്നെ കാർബൺ ഈസ് കോവാലന്റ് ബോണ്ട് ടു 3 അതർ കാർബൺ ആറ്റംസ്. അപ്പൊ അങ്ങനത്തെ കോവാലന്റ് ബോണ്ടിന് വിധേയമാവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഗ്രാഫീൻ മോളിക്യൂൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം കാർബണിന്റെ സ്വന്തം അറ്റോമിക് ഓർബിറ്റൽസിന്റെ മിക്സിംഗ് നടത്തണം. എനർജീസ് മിക്സ് ആയാൽ മാത്രമേ വൃത്തിക്ക് മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ നോക്കിക്കേ, ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ഈ ഗ്രാഫീൻ എന്ന് പറഞ്ഞ എന്താണ് sp2 ഹൈബ്രിഡൈസേഷൻ. sp2 ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എസും 2 p ഓർബിറ്റൽസിന്റെ മിക്സിംഗ് ആണ് sp2 ഹൈബ്രിഡൈസേഷൻ. അപ്പൊ നിങ്ങൾ എപ്പോഴും ആലോചിക്കണ്ടേ, ഇപ്പൊ നമ്മുടെ കാർബണിനകത്താണെന്നുണ്ടെങ്കിൽ തന്നെ 6 ഇലക്ട്രോൺസ് ആണ്. ഈ ഇന്നർ ഷെൽ ഇലക്ട്രോൺസ് ആണ് ഈ 1s2. അവരെ നമ്മൾ ഒരു തരത്തിൽ ഹൈബ്രിഡൈസേഷനകത്തും പോകത്തില്ല. ബാക്കിയുള്ള ഔട്ടർ ഷെൽ ഇലക്ട്രോൺസ് ആണ് ഹൈബ്രിഡൈസേഷൻ വന്നത്. അപ്പൊ sp2 ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എസും 2 p ആണ്. sp2 മാത്രമല്ല, sp ഹൈബ്രിഡൈസേഷൻ ഉണ്ട്, sp3 ഹൈബ്രിഡൈസേഷൻ, പക്ഷെ നമുക്കറിയേണ്ട sp2 മാത്രമാണ്. അപ്പൊ sp2 എന്ന് പറയുമ്പോൾ ഒരു എസും 2 p ഓർബിറ്റൽസിന്റെ മിക്സിംഗ് ആണ് നടക്കുന്നത്. അപ്പൊ ഒരു എസും 2 pയും ചേർന്ന് എത്ര ഓർബിറ്റൽസ് ഉണ്ടോ? 3 ഓർബിറ്റൽസ്. sp2 മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ഇത് നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ് കാർബൺ ആറ്റത്തിന്. അവരുടെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എന്താ സംഭവിക്കുന്നത്? ഈ 2s-ൽ 2 ഇലക്ട്രോൺ ഉണ്ടായിരുന്ന എവിടോട്ട് ചാടും? z-ലോട്ട് ചാടും എക്സൈറ്റഡ് സ്റ്റേറ്റിൽ. മനസ്സിലായി? ബിക്കോസ് ദേ ആർ ഗോയിങ് ടു ബി ഹൈബ്രിഡൈസ്ഡ്. മിക്സിംഗ് നടക്കാൻ പോവാണ്. അപ്പൊ എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകും മിക്സിംഗ് നടക്കുന്നതിന് മുമ്പ്. അപ്പൊ എന്ത് സംഭവിക്കും? 2s കാരണം എല്ലായിടത്തും ഒരേപോലെ ഇലക്ട്രോൺസിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായല്ലോ? അപ്പൊ 2s-നകത്തുള്ള 2 ഇലക്ട്രോൺസ്, ഒരു ഇലക്ട്രോൺസ് എക്സൈറ്റഡ് z-ലോട്ടും. അപ്പൊ നമ്മുടെ sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. അപ്പൊ ഒരു എസും 2 pയും മതി. അപ്പൊ sp2. അപ്പം എന്ത് സംഭവിച്ചു? ഇവര് 3 ഓർബിറ്റൽസ് ഉണ്ടാക്കും. ഈ z എന്ന് പറഞ്ഞ എന്താണ്? അൺഹൈബ്രിഡ് ഓർബിറ്റൽ. ഒരു തരത്തിലെ ബോണ്ടിങ്ങിന് അവര് പോകത്തില്ല. മനസ്സിലായല്ലോ? യെസ്. അപ്പൊ നോക്കിക്കേ, ഇങ്ങനെയാണ് ഒരു sp2 ഹൈബ്രിഡൈസേഷൻ. ഒരു കാർബൺ ആറ്റം ഉണ്ട്. ആ കാർബൺ ആറ്റത്തിന് 3 sp2 അറ്റോമിക് ഓർബിറ്റൽസ് ഉണ്ട്. കണ്ടല്ലോ? 3 എണ്ണം. ആ ഓരോ sp2 അറ്റോമിക് ഓർബിറ്റൽസിലും എന്തുണ്ട്? ഓരോ ഇലക്ട്രോൺ വീതം ഉണ്ട്. കേട്ടല്ലോ? അതുപോലെ തന്നെ ഇവിടെ ഈ ഗ്രീൻ കളർ കാണുന്നുണ്ടോ? അത് z ആണ്. അൺഹൈബ്രിഡ് ഓർബിറ്റൽ ആണ്. ദേ വിൽ നോട്ട് ബി ഇൻവോൾവ് ഇൻ ഹൈബ്രിഡൈസേഷൻ. മിക്സിങ്ങിന് അവരെ കിട്ടത്തില്ല. മനസ്സിലായി? അവരല്ലാണ്ട് കിടക്കണം. ബിക്കോസ് നമ്മൾ sp2 ആണ്. sp2 എന്ന് പറയുമ്പോൾ ഒരു എസും 2 pയും മതി. sp3 എന്ന് പറയുമ്പോൾ ഒരു എസും 3 pയും വേണം. അപ്പൊ വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ഇവിടെ എനിക്ക് എന്താ? ഗ്രാഫീൻ എന്ന് പറഞ്ഞാൽ sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. ഒരു എസും 2 pയും മതി. അപ്പൊ നോക്കിക്കേ, ഇങ്ങനെ കിടക്കും. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് C2H4 എന്ന് പറയുന്ന മോളിക്യൂളിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഗ്രാഫീനെ പറ്റി. കാരണം ഗ്രാഫീൻ ഒരു 3 ഡയമെൻഷനിൽ ആണ്. അത് ഡിസ്കസ് ചെയ്യാൻ പാടാണ്. അത് കാണിച്ചു തരാം. ഇവിടെ ഫിഗർ വരുന്നുണ്ട്. കേട്ടല്ലോ? അപ്പൊ C2H4 എന്ന് പറഞ്ഞാൽ 2 കാർബൺ ആറ്റംസും 4 ഹൈഡ്രജൻ ആറ്റംസ്. അപ്പൊ 2 കാർബൺ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് മാറി നമുക്കൊരു കാർബൺ ഉണ്ട്. ഇവിടെ ഒരു sp2 ഉണ്ട്. ഇവിടെ ഒരു sp2 ഉണ്ട്. ഇവിടെ ഒരു sp2 ഉണ്ട്. 3 sp2 ഓർബിറ്റൽസും 120 ഡിഗ്രി അപ്പാർട്ടാണ്. പിന്നെ ഇങ്ങോട്ട് മാറി ഒരു z ഓർബിറ്റലും ഉണ്ട്. കേട്ടല്ലോ? ഇത് ക്ഷമയോടെ കേട്ടിരിക്കുക. കേട്ടല്ലോ? അതെ. അപ്പൊ ഇതൊരു sp2 ഓർബിറ്റൽ, ഇതൊരു sp2. ഈ sp2 ഓർബിറ്റൽസ് മാത്രമേ ബോണ്ടിങ്ങിന്, കോവാലന്റ് ബോണ്ടിങ്ങിന് പോകത്തുള്ളൂ. കേട്ടല്ലോ? ഈ പറയുന്നവർ ബോണ്ടിങ്ങിന് പോകത്തില്ല. ഈ അൺഹൈബ്രിഡ് ഓർബിറ്റൽ ബോണ്ടിങ്ങിന് പോകത്തില്ല. കേട്ടല്ലോ? അപ്പൊ ഇവിടെ നോക്കിക്കേ, C2H4 2 കാർബൺ. അപ്പൊ 2 കാർബൺ വരുമ്പം ഈ sp2-നകത്ത് ഒരെണ്ണമുണ്ട്. ഈ sp2-നകത്ത് എന്താണ് കോവാലന്റ് ബോണ്ട്? ദ ബോണ്ട് ഫോംഡ് ബൈ ദ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. നിങ്ങൾ ഓൾറെഡി ഫിസിക്സിന്റെ ക്ലാസ് ഒക്കെ കേട്ടവരാണ്. അപ്പൊ നിങ്ങൾക്ക് കോവാലന്റ് ബോണ്ട് എന്താണെന്ന് അറിയായിരിക്കും. അയണിക് ബോണ്ട്, മെറ്റാലിക് ബോണ്ട് ഒഴികെ നമ്മുടെ കോവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യാനൊന്നും ഞാൻ താല്പര്യപ്പെടുന്നില്ല. എനിക്ക് വേണ്ടതാനും എനിക്ക് എന്നാൽ കളയോ വേണ്ട. പക്ഷെ എനിക്ക് ഷെയറിങ്ങിലൂടെ ഞാൻ സ്റ്റേബിൾ ആവാൻ നോക്കും. മനസ്സിലായോ? അപ്പം ഈ ഇലക്ട്രോണും കൂടെ എന്ത് ചെയ്യും? ഒരു കോവാലന്റ് ബോണ്ട് ഉണ്ടാക്കും. മനസ്സിലായി? അതാണ് ഇതുണ്ടാക്കിയത്. ബാക്കി 2 sp2 ഉണ്ട്. അവരെന്ത് ചെയ്യും? ഈ 4 ഹൈഡ്രജനുമായിട്ട് വരും. അപ്പൊ നമ്മുടെ ഗ്രാഫീന്റെ അവസ്ഥ എന്താണ്? ഇവിടെയും ഈ ഗ്രാഫീന്റെ അവസ്ഥ ഇവിടെ ഒരു കാർബൺ കാണും, ഇവിടെ ഒരു കാർബൺ കാണും, ഇവിടെ ഒരു കാർബൺ കാണും, ഇവിടെ ഒരു കാർബൺ കാണും. മനസ്സിലായല്ലോ? അതാണ് ഗ്രാഫീന്റെ അവസ്ഥ. പക്ഷെ നമുക്ക് ഇവിടെ എന്താണ്? ഈ പറയുന്ന ഹൈഡ്രജനെ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു മാത്രം. അപ്പൊ ശ്രദ്ധിക്കേണ്ട, ഇവിടെ 2 ഈ പറയുന്ന ഒരു p ഓർബിറ്റൽ അല്ലേ? pz. ഇത് ശരിക്കും പറഞ്ഞാൽ എന്താണ്? pz ആണ്. ആ pz ഒരു തരത്തിലെ ബോണ്ടിങ്ങിലും ഇല്ല. അവരെന്താണ്? അവര് തമ്മിൽ ഈ p ഓർബിറ്റലും ഈ pzഉം ഈ pzഉം കൂടെ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യും. മനസ്സിലായി? ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യും. ഓവർലാപ്പിലൂടെ ഉണ്ടാവുന്ന ബോണ്ടിനെയാണ് പൈ ബോണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? നേരെയുള്ള കാർബണും കാർബണും, ദേ ഈ കാർബണും കാർബണും സെയിം ആറ്റംസ് ആണ്. കാർബണും അവർ തമ്മിൽ ഉണ്ടാവുന്ന കോവാലന്റ് ബോണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിഗ്മ ബോണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. സിഗ്മ ബോണ്ട് ഇങ്ങനെ
രണ്ട് sp2 ചേർന്ന് ഇങ്ങനെയാണ് സിഗ്മ ബോണ്ട് വരുന്നത്. പൈ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ p ഓർബിറ്റൽസ് ഇങ്ങനെ മുകളിലും താഴെയും ഓവർലാപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ പൈ ബോണ്ട് എന്ന് പറഞ്ഞത്. അപ്പൊ ഇൻ ദ കേസ് ഓഫ് ഗ്രാഫീൻ എന്ന് പറയുമ്പോൾ എന്താണ് ഈ പറയുന്ന, നോക്കിക്കേ, ഈ പറയുന്ന ഗ്രാഫീൻ ഇവിടെ പോയി നമ്മുടെ ഗ്രാഫീൻ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാർബൺ ആറ്റവുമായിട്ട് കോവാലന്റ് ബോണ്ടാണ്, ഈ ഒരു കാർബൺ ആറ്റവുമായിട്ട് കോവാലന്റ് ബോണ്ടാണ്, ഈ ഒരു കാർബൺ ആറ്റവുമായിട്ട് കോവാലന്റ് ബോണ്ട്. ഇവിടെയും സിഗ്മ ബോണ്ട് ഉണ്ട്, ഇവിടെയും സിഗ്മ ബോണ്ട് ഉണ്ട്, ഇവിടെയും സിഗ്മ ബോണ്ട് ഉണ്ട്, സെയിം കാർബൺ ആറ്റംസ് തമ്മിലല്ലാതെ. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എവിടെ പോയി നമ്മുടെ ഇതാണ് ഗ്രാഫിൻ. ഇവിടെ പോയി നമുക്ക് ഓരോരുത്തർക്കും ഇവിടെ മാറിയൊരു പി ഓർബിറ്റലുണ്ട്, ഇവിടെ ഓരോരുത്തർക്കും ഓരോ പി ഓർബിറ്റലിലെ PZ അൺഹൈബ്രിഡ് ഓർബിറ്റൽ, അവരെല്ലാവരും കൂടി ഇങ്ങനെ കൂടിച്ചേർന്ന് എന്തുണ്ടാക്കും? ഒരു പൈ ബോണ്ട് ഉണ്ടാക്കും. കാര്യം മനസ്സിലായോ? PXും PYയും Sഉം കൂടെ ചേർന്ന് അൺഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാക്കി. Z ഒന്നിന്റെയും ഭാഗമല്ല, ഓക്കെ അല്ലെ? Z ഒന്നിന്റെയും ഭാഗമല്ല. Z എന്ത് ചെയ്യും? ഓവർലാപ്പ് ചെയ്യും. മൊഡ്യൂൾ 3 നാളെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഓക്കെ ആണോ? യെസ്. അപ്പം ഈ പറയുന്ന എന്താണ് സംഭവിക്കുന്നത് വിചാരിച്ചാൽ, ഈ പറയുന്ന പി ഓർബിറ്റൽസിനകത്ത് Z ആര്? ഇവര് കോവാലന്റ് ബോണ്ട് ഉണ്ടോ? അല്ല. അപ്പൊ ഇവരെന്താണ്? നമ്മുടെ ഗ്രാഫിന് ഒരു 3 ഡയമെൻഷണൽ ആയിട്ട് തിങ്ക് ചെയ്യൂ. ഒരു ഷീറ്റിൽ ഇങ്ങനെ തിങ്ക് ചെയ്താൽ ഓരോ ഇതൊരു കാർബൺ ആറ്റം, ഇതൊരു കാർബൺ ആറ്റം, ഇതൊരു കാർബൺ ആറ്റം, ഇത് കാർബൺ, ഈ കാർബണത്തിന്റെ എല്ലാത്തിന്റെയും Z ഓർബിറ്റുകൾ തമ്മിൽ ഇങ്ങനെ ഒരു മേഘം പോലൊരു കൂടാരം ഉണ്ടാക്കും. അവിടെ എല്ലാം ഇങ്ങനെ ഇലക്ട്രോൺസ് ഇങ്ങനെ ഒഴുകി നടക്കും. ആ ഇലക്ട്രോൺസ് അങ്ങനെ ഫ്ലോ ചെയ്ത് നടക്കാനുള്ള കേപ്പബിലിറ്റി അവിടെ ഉണ്ട്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ പറയുന്ന ഗ്രാഫീനിലോട്ട് നമ്മൾ എന്തെങ്കിലും ഒരു എനർജി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓരോ ഇലക്ട്രോൺസ് വീതം ഉണ്ട്, മനസ്സിലായല്ലോ? യെസ്. ആ ഇലക്ട്രോൺസ് ഇങ്ങനൊരു ഒരു ക്ലൗഡ് പോലെ സൃഷ്ടിച്ചേക്കുവാണ്. ദാറ്റ് ഈസ് ദ ഡീലോക്കലൈസ്ഡ് ക്ലൗഡ് ഓഫ് ഇലക്ട്രോൺസ് ആണ്, മനസ്സിലായോ? ഡീലോക്കലൈസ്ഡ് ക്ലൗഡ് ഓഫ് ഇലക്ട്രോൺസ്, മനസ്സിലായല്ലോ? യെസ്. അപ്പൊ അവരിലോട്ട് ഒരു എനർജി വീരുമ്പോഴത്തേക്ക് ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? അവരുടെ വാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്, ഇതൊക്കെ അറിയാവോ? നോക്കിക്കേ, നമുക്കൊരു ആറ്റം ഉണ്ടെങ്കിൽ അതിന് ന്യൂക്ലിയസ് കാണും, അതിന്റെ ഇലക്ട്രോൺസ് ഒക്കെ ഈ ഓരോ ഷെല്ലിൽ കാണും. വാലൻസ് ഷെൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റത്തെ ഷെൽ എന്നാണ് പറയപ്പെടുന്നത്, മനസ്സിലായോ? അവിടെ ആയിരിക്കും ഏറ്റവും ലാസ്റ്റ് ഇലക്ട്രോൺസ് ഉള്ളത്. അത് കൂടാതെ വേറെ ഒരു ഷെല്ലും കൂടെ ഉണ്ട് കേട്ടോ, കണ്ടക്ടിവിറ്റി ഷെൽ, അപ്പൊ കണ്ടക്ഷൻ ഷെല്ല്. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ എനർജി ഇങ്ങോട്ട് വീരുമ്പോഴത്തേക്കും ഈ വാലൻസ് ബാൻഡിൽ അല്ലെങ്കിൽ വാലൻസ് ഷെല്ലിൽ ഇലക്ട്രോൺസ് എങ്ങോട്ട് ചാടും? കണ്ടക്ഷൻ ഷെല്ലോട്ട് ചാടും. കണ്ടക്ഷൻ ബാൻഡ് കുറേ പേരുടെ കാര്യമാണ്. ഒരാറ്റത്തിന് കണ്ടക്ഷൻ ഷെല്ല് മാത്രമേ കാണത്തുള്ളൂ, കുറേ ആറ്റംസ് ചേരുമ്പോൾ കണ്ടക്ഷൻ ബാൻഡ് ആയിരിക്കും. അപ്പൊ ഇവർക്കെല്ലാം എനർജി വരുമ്പോൾ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് എല്ലാം കൂടെ കണ്ടക്ഷൻ ബാൻഡിലോട്ട് ചാടി, അങ്ങനെയാണ് കണ്ടക്ടിവിറ്റി ഉണ്ടാവുകയും ചെയ്തത്. അപ്പൊ ഇവിടുത്തെ ഇലക്ട്രോൺസ് ഒരു തരത്തിലെ കോവാലന്റ് ബോണ്ടിലില്ല. പൈ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് ഇൻവോൾവ് ഇൻ എനി ബോണ്ടിങ്, മനസ്സിലായല്ലോ? ഒരർത്ഥത്തിൽ ഒരു ബോണ്ടിങ്ങിലും അവർ ഏർപ്പെട്ടിട്ടില്ല. ബോണ്ടിങ്ങിൽ ഏർപ്പെടാതെ വെറും ഓവർലാപ്പ് മാത്രമേ ഉള്ളൂ, മനസ്സിലായി? അപ്പൊ ഒരു കുഞ്ഞി എനർജി മതി. നിങ്ങളിപ്പോ നോക്കിക്കേ, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഭയങ്കര പാരന്റ്സുമായിട്ട് ഇൻവോൾവ് ആണ്, അവർ പറയുന്നതൊക്കെയാണ് നമ്മൾ. അപ്പൊ നമ്മൾ കോളേജിലോട്ട് കുറച്ചും കൂടെ നമുക്ക് ഇൻഡിപെൻഡൻസ് ആയി, ഫ്രീഡം ആയി, അല്ലേ? അപ്പൊ നമ്മൾ കുറച്ച് കാര്യം കൂടുതലായിട്ട് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങും, അല്ലെ? അതുപോലെ തന്നെയാണ് പൈ ബോണ്ട്. പൈ ബോണ്ടിലുള്ള ഇലക്ട്രോൺസ് നമ്മുടെ ന്യൂക്ലിയസുമായിട്ട് അത്ര അടുത്തല്ല. അവരെന്ത് സംഭവിക്കുക? അവർക്ക് എനർജി വന്നാൽ അവർ പെട്ടെന്ന് അങ്ങോട്ട് ചാടും. അകത്തുള്ളവർ അങ്ങനെ ചാടുമോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഇലക്ട്രിസിറ്റി കണ്ടക്ഷൻ, അതുകൊണ്ട് തന്നെയാണ് ഗ്രാഫീന്റെ ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ ആണ് കണ്ടക്ടിവിറ്റി. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഇവിടെ ഈ പൈ ബോണ്ടിങ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാവരും നോക്കിക്കേ, ഇത് സിഗ്മ ബോണ്ടിങ് ആണ്, ഇത് സിഗ്മ. ഈ സിഗ്മ ബോണ്ടിങ് ഉള്ള അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉണ്ട്, അവരിങ്ങനെ വേർവിട്ട് പോകത്തില്ല. പക്ഷേ എന്ന് വെച്ചോണ്ട് അവർക്ക് ഇലാസ്റ്റിസിറ്റി പ്രോപ്പർട്ടി ഉണ്ട്, മനസ്സിലായല്ലേ? ഷീറ്റ് ആയിട്ടാണ് കിടക്കുന്നത്, അല്ലെ? അപ്പൊ ഇലാസ്റ്റിസിറ്റി പ്രോപ്പർട്ടിന് അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉണ്ട്. ബട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടക്ടിവിറ്റി ആണുള്ളത്. അതുപോലെ തന്നെ നോക്കിക്കേ, ആപ്ലിക്കേഷനകത്ത് എഴുതിയിട്ടുണ്ട്, നമ്മുടെ ഗ്രാഫീൻ എന്ന് പറഞ്ഞ നാനോ മെറ്റീരിയലിനെ പെയിന്റിനകത്ത് മിക്സ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് റസ്റ്റിംഗ് പ്രിവെന്റ് ചെയ്യാം. അപ്പൊ ഇത് എന്ത് നാനോ മെറ്റീരിയലാണ്? കമ്പോസിറ്റ് നാനോ മെറ്റീരിയലാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതാണ് ഗ്രാഫീൻ. ഈ ഹൈബ്രിഡൈസേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൊഡ്യൂൾ 3 നമ്മൾ മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി ഒക്കെ പഠിക്കുമ്പോൾ എപ്പോഴും ചോദിക്കുന്നതാണ് ഇലക്ട്രോണിക് ട്രാൻസിഷൻസ്. മോളിക്യൂൾസിനകത്തുള്ള ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് നമ്മുടെ UV വിസിബിൾ സ്പെക്ട്രോമീറ്റർ ഒക്കെ പഠിക്കുന്നതാണ്. അതിനകത്തൊക്കെ എന്താ കഥയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഹൈബ്രിഡൈസേഷൻ അറിഞ്ഞേ പറ്റത്തുള്ളൂ, മനസ്സിലായല്ലോ? അപ്പം ഈ പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അൺഹൈബ്രിഡ് ഓർബിറ്റലുകൾ തമ്മിലാണ് പൈ ബോണ്ട് വരുന്നത്, ഹൈബ്രിഡ് ഓർബിറ്റലുകൾ തമ്മിലാണ് സിഗ്മ ബോണ്ട് വരുന്നത്. കോവാലന്റ് ബോണ്ട് ഒരേ കാർബൺ ആറ്റമാണ്, അതാണ് ഈ സിഗ്മ ബോണ്ട് കാണിച്ചിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അതെ.
ഓക്കെ ആണല്ലോ? യെസ്. ഇനിയാണ് അടുത്ത ഫുള്ളറീൻസ് ആണ്. ഫുള്ളറീൻസ് എന്ന് പറഞ്ഞാൽ C60, C70, C80 അങ്ങനെ പലരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പടങ്ങൾ കുറെ കാണിച്ചു, ഞാൻ ഫിഗേഴ്സ് മാത്രമേ ഉള്ളൂ, ഇതിലൂടെ നമുക്ക് തിയറി എഴുതാം, മനസ്സിലായല്ലോ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ഫുള്ളറീൻ എന്ന് പറഞ്ഞാൽ ഇതാണ് സ്ട്രക്ചർ, ഇതാണ് നമ്മുടെ ഫുള്ളറീൻ. ഫുള്ളറീൻ ഇസ് ഒബ്റ്റെയിൻഡ് ബൈ ട്രങ്കേറ്റിംഗ് ഐക്കോസഹെഡ്രൻ. ഐക്കോസഹെഡ്രൻ എന്ന് പറഞ്ഞ സ്ട്രക്ചർ ആണിത്. പല ഒരു 20 ട്രയാങ്കുലർ ഫേസസ്, കുറെ അങ്ങനത്തെ ഫേസസ് ഉണ്ട്, പെന്റഗണൽ ഫേസ്, അങ്ങനത്തെ കുറെ ഫേസസ് ഉള്ള അങ്ങനത്തെ ഒരു വലിയ സ്ട്രക്ചർ ആണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന എന്ത് ഐക്കോസഹെഡ്രൻ. ആ ഐക്കോസഹെഡ്രന്റെ ഇവിടെയും ഇങ്ങനെ ചെത്തി മാറ്റുന്നതിനെയാണ് ട്രങ്കേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ട്രങ്കേഷൻ നമ്മൾ പറഞ്ഞിട്ടില്ലേ, നമ്മൾ ശരിക്കും പറയുവാണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, നമ്മുടെ ഇങ്ങനത്തെ ഒരു നമ്മുടെ കോണ് കണ്ടിട്ടില്ലേ, ആ കോണ് നമ്മൾ ട്രങ്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഇങ്ങനെ എന്താണ് ടേപ്പേർഡ് ആയിട്ടുള്ള സിലിണ്ടർ കിട്ടും, അതാണ് ട്രങ്കേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ ഈ ഐക്കോസഹെഡ്രനെ ട്രങ്കേറ്റ് ഐക്കോസഹെഡ്രൻ, അപ്പൊ നമ്മുടെ ഐക്കോസഹെഡ്രനെ ട്രങ്കേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ പറയുന്ന ഫുള്ളറീൻ എന്നുള്ള സ്ട്രക്ചർ കിട്ടുന്നത്. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് അവിടെ സ്ട്രക്ചറിനെ പറ്റി അറിയണം. ഫസ്റ്റ് പോയിന്റ് ആണ് ഫുള്ളറീൻസ് ആർ ട്രങ്കേറ്റഡ് ഐക്കോസഹെഡ്രൻ. ഫുള്ളറീൻസ് ഹാവ് ദ സ്ട്രക്ചർ ഓഫ് ട്രങ്കേറ്റഡ് ഐക്കോസഹെഡ്രൻ. മനസ്സിലായല്ലോ? അതെ. പിന്നെ എങ്ങനെയാണ് ഫുള്ളറീൻ എന്നുള്ള പേര് വന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ സെർച്ച് ചെയ്യാം, നെറ്റിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇതാണ് ജിയോഡസിക് ഡോമുകൾ. കൺസ്ട്രക്ഷൻസ് ഒക്കെ വലിയ വലിയ എടുത്തിങ്ങനെ ജിയോഡസിക് ഡോം കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് വലിയ വലിയ നാട്ടിലൊക്കെ. അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ജിയോഡസിക് ഡോം ആദ്യമായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നത് ബക്മിനിസ്റ്റർ ഫുള്ളർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഹിസ് ആൻ ആർക്കിടെക്ട്. ഓക്കെ, അപ്പൊ അയാൾക്ക് ആദരവായിട്ടാണ് ഈ പറയുന്ന ഫുള്ളറീൻസിനും ഇതേ സ്ട്രക്ചറാണ്, അതുകൊണ്ടാണ് അവർക്ക് ബക്മിനിസ്റ്റർ ഫുള്ളറീൻ എന്നുള്ള പേര് വന്നത്. ബക്മിനിസ്റ്റർ ഫുള്ളറിന്റെ ഭാഗമായിട്ടാണ് ഫുള്ളറീൻ എന്നുള്ള പേര് വന്നേക്കുന്നത്. മനസ്സിലായി? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ശരിക്കും പറയുവാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു ഫാബ്രിക്കേഷൻ അല്ലെങ്കിൽ ഇവരെ എങ്ങനെയാണ് സിന്തസൈസ് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും 2 ഗ്രാഫൈറ്റ് റോഡുകൾ കാണും. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇതൊരു കഥ പോലെ കേട്ടിരിക്കുക അല്ലെ, കഥ പോലെ കേട്ടിരിക്കുന്ന പോലെ തന്നെയാണ്, കഥ പോലെ അങ്ങ് എഴുതി പോയി കഴിഞ്ഞാൽ നല്ലോണം റിക്രിയേറ്റ് ചെയ്താണ്. നമുക്ക് നല്ല നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്കൊരു ഇഷ്ടത്തോടു കൂടി നമ്മൾ പഠിക്കുവാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഈസിലി റിക്രിയേറ്റ് ഇൻ എക്സാം. മനസ്സിലായല്ലോ? അതാണ് എന്താണ് ഫുള്ളറീൻസ് ആർ ദ സ്ട്രക്ചർ ഓഫ് ട്രങ്കേറ്റഡ് ഐക്കോസഹെഡ്രൻ ആൻഡ് അവരുടെ പേര് വന്നേക്കുന്ന ഇവിടെ ബക്മിനിസ്റ്റർ ഫുള്ളർ നിന്ന് അല്ലെ. അപ്പൊ ഇവരുടെ ഒരു സിന്തസിസ് എങ്ങനെയാന്ന് വെച്ചാൽ 2 ഗ്രാഫൈറ്റ് റോഡുകൾ എടുക്കും. 2 ഗ്രാഫൈറ്റ് റോഡിനെ ഹൈ ടെമ്പറേച്ചർ ഹീലിയം അറ്റ്മോസ്ഫിയറിൽ 2 പേരെ ഹീറ്റ് ചെയ്യിപ്പിക്കും. ഹീറ്റ് നല്ലോണം ഹീറ്റ് ചെയ്യിപ്പിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു സോളിഡും അല്ല ലിക്വിഡും അല്ലാത്തൊരു ഫേസ് കാണും. മനസ്സിലായല്ലോ? അതെ, അങ്ങനെ ഒരു ആർക്ക് ജനറേറ്റ് ചെയ്യും, നല്ലോണം ഹീറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെ ആർക്ക് ഉണ്ടാവുന്ന ആ ആർക്കിനെ കൂൾ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ പറയുന്ന ഫുള്ളറീൻ കിട്ടുന്നത്. മനസ്സിലായല്ലോ? അതാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. C60 is prepared by causing an arc between graphite rods to burn in a helium atmosphere, filtering the carbon condensate. അങ്ങനെ ഉണ്ടായ ആ റോഡിൽ നിന്നും നമുക്കൊരു ആർക്ക് കിട്ടില്ല, അതിനെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഫുള്ളറീൻ കിട്ടുന്നത്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആപ്ലിക്കേഷൻ ആണ് ഏറ്റവും നല്ലത്. ഏജിങ്, നമ്മുടെ വയസ്സാവുന്ന ആ പ്രോസസ്സിനെ കുറയ്ക്കും എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വയസ്സാവുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഏജിങ് സംഭവിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സെൽസിനകത്ത് ഓക്സിജൻ ഫ്രീ റാഡിക്കൽസ് ഉണ്ട്. ആ ഓക്സിജൻ ഫ്രീ റാഡിക്കൽസ് നമ്മുടെ സെൽസ് ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് വയസ്സാവുന്നത്. അപ്പൊ ഈ ഫുള്ളറീൻസിന്റെ പ്രസൻസ് ഉള്ളപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ ഫുള്ളറീൻസ് ഈ ഓക്സിജൻ ഫ്രീ റാഡിക്കലുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഏജിങ് പ്രോസസ്സിനെ ഹോൾട്ട് ചെയ്യുന്നതാണ് ആന്റി ഏജിങ് എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? യെസ്. അപ്പൊ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആണ്. ഫാർമസ്യൂട്ടിക്കൽസിൽ അതാണ്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലാണ് ഇവരുടെയൊക്കെ ആപ്ലിക്കേഷൻ. അതുപോലെ തന്നെ LEDസിൽ. പിന്നെ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഇവർക്കും അത്യാവശ്യം നല്ല കണ്ടക്ടിവിറ്റി ഉണ്ട്. വൈ? എന്തുകൊണ്ടാണ് കണ്ടക്ടിവിറ്റി? ഗ്രാഫൈറ്റിൽ നിന്നൊക്കെ അല്ലേടെ ഇവരെ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അപ്പൊ പിന്നെ ഓബ്വിയസ്ലി കണ്ടക്ടിവിറ്റി കാണും. യെസ്. അത് മാത്രമല്ല ഈ ഫുള്ളറീൻസ് ഒട്ടുമിക്ക സോൾവെന്റ്സുമായിട്ട് മിക്സ് ആവും. അതുകൊണ്ട് തന്നെ വലിയ വലിയ നമുക്ക് പല പ്രോപ്പർട്ടീസും അത് യൂസ്ഫുൾ ആണ്. അതുപോലെ അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. കാരണം ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് തന്നെ അത്യാവശ്യം ഇലാസ്റ്റിസിറ്റി പ്രോപ്പർട്ടി കാണും, പക്ഷേ സ്റ്റിൽ ദേ ആർ മെക്കാനിക്കലി സ്ട്രോങ് ആണ്. അത് ആ പ്രോപ്പർട്ടി ഈ പറയുന്ന എല്ലാത്തിനകത്തും ഉണ്ടാവും. ഓക്കെ ആണോ? യെസ്. നെക്സ്റ്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നമ്മുടെ നാനോ മെറ്റീരിയലാണ് കാർബൺ നാനോ ട്യൂബ്സ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായി? ഈ ഫിഗർ ഒക്കെ കൊടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ അല്ലേ? കാർബൺ നാനോ ട്യൂബ് എന്താണെന്നറിയോ? നമ്മുടെ ഈ ഗ്രാഫീൻ ഇല്ലേ, ഗ്രാഫീൻ എന്ന് പറയുമ്പോൾ സിംഗിൾ ഷീറ്റ് ഓഫ് ഗ്രാഫൈറ്റ് ഇല്ലേ, ആ ഗ്രാഫീനെ ഇങ്ങനെ ഉരുട്ടിയെടുത്ത് റോൾ ആക്കുന്നതാണ് കാർബൺ നാനോ ട്യൂബ്. ആ ട്യൂബാണ് ഇതേ കാണിച്ചിട്ടുള്ളത്. ട്യൂബ് അതിന്റെ ഈ ഒരു ട്യൂബ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കേ, ട്യൂബ് അല്ലേ, ഗ്രാഫൈൻ ഇതാണ്, ഗ്രാഫൈനെ ഇങ്ങനെ റോൾ ചെയ്ത് ട്യൂബാക്കി ആ ട്യൂബിന്റെ എൻഡിൽ കൊണ്ട് നമ്മുടെ ഫുള്ളറീനെ അങ്ങ് ഒട്ടിച്ചു വെക്കും. അതാണ് കാർബൺ നാനോ ട്യൂബ്.
മനസ്സിലായല്ലോ? മീൻസ് ഗ്രാഫീൻ ഷീറ്റ്സ് ആർ റോൾഡ് ആൻഡ് അറ്റ് ദ എൻഡ് ദർ ഒക്കേഴ്സ് എ ഫുൾ ലൈൻ, ദർ ഹാപ്പൻസ് ടു ബി ഫുൾ. മീൻസ് അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ കാർബൺ നാനോ ട്യൂബിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ, ശരിയല്ലേ? അപ്പൊ നോക്കിക്കേ, ഇതിനകത്ത് ഞാൻ ഈ ഫിഗർ കാണിച്ചിരുന്നൊന്നും അല്ല, ഇത് വരച്ചു വെക്കാനൊന്നുമല്ല, ഒരു ജസ്റ്റ് ഒരു ഇൻട്രീഗിങ് ആയിട്ട് തോന്നി എനിക്ക് ഫിഗർ. അപ്പൊ നോക്കി കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാണ് നമ്മുടെ കാർബൺ നാനോ ട്യൂബ്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കാർബൺ നാനോ ട്യൂബ്സ് വെച്ചിട്ട് നമ്മുടെ വാട്ടർ പ്യൂരിഫയേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. സംഭവം എങ്ങനെ ഹൈ ലെവൽ എന്ന് വെച്ചാൽ അൺപ്യൂരിഫൈഡ് വാട്ടറിനെ കൊടുക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല സ്ട്രോങ് ആണിത്. മനസ്സിലായല്ലോ? കാരണം എന്താ? ഗ്രാഫൈൻ കൊണ്ടാണ്. അത് മാത്രമല്ല, നമ്മൾ ഈ ചില ഫിൽറ്റേഴ്സിനകത്തോട്ട് നമ്മൾ വെള്ളം കൊടുക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന ഫിൽറ്റേഴ്സ് ഇന്ന് പുറത്ത് വരുന്ന വെള്ളത്തിന്റെ അളവ് വളരെ കുറവാണ്. പക്ഷെ ഹൈ വാട്ടർ ഫ്ലക്സ് ആണെന്ന് വെച്ചാൽ നല്ല വെള്ളം കൊടുക്കുന്ന അത്രയും നല്ല രീതിക്ക് പുറത്തോട്ടും വെള്ളം വരും. അത് മാത്രമല്ല ഹൈ സെലക്ടിവിറ്റി ഉണ്ട്. ഹൈ സെലക്ടിവിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ വാട്ടറിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള അയോൺസുകൾ കാണും, അതിനെ സെലക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അത് മാത്രമല്ല ഹൈ ഫൗളിംഗ് റെസിസ്റ്റൻസ് ആണ്. എന്ന് വെച്ചാൽ അനാവശ്യമായിട്ടുള്ള ആവശ്യമില്ലാത്തതിനെ കളയുകയും ആവശ്യമുള്ളതിനെ പാസ് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് തരാനുള്ള ഏറ്റവും നല്ല പ്രോപ്പർട്ടിയാണ് കാർബൺ നാനോ ട്യൂബ്സിനുള്ളത്. മനസ്സിലായല്ലോ? യെസ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കാർബൺ നാനോ ട്യൂബ്സ് ഇവിടെ കാണിച്ചേക്കുന്ന കൂടാതെ ഇവിടെ ടൈപ്സ് കാണിച്ചിട്ടുണ്ട്. സ്റ്റിൽ മെയിൻ ആയിട്ടുള്ള 2 ടൈപ്സ് ആണ്, സിംഗിൾ വോൾഡും മൾട്ടി വോൾഡ് കാർബൺ നാനോ ട്യൂബ്സും ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗ്രാഫീനെ ഒറ്റയടിക്ക് റോൾ ചെയ്ത് ഇങ്ങനെ കിട്ടുന്നതാണ് നമ്മുടെ നമ്മുടെ സിംഗിൾ വോൾഡ്. പക്ഷെ മൾട്ടി വോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാഫൈറ്റ് ഉണ്ടല്ലോ, അത് മൾട്ടിപ്പിൾ ഷീറ്റ്സ് അല്ലേ, ആ ഗ്രാഫൈറ്റിനെ റോൾ ചെയ്തിട്ടാണ് നമുക്ക് മൾട്ടി വോൾഡ് കാർബൺ നാനോ ട്യൂബ് വരുന്നത്. മനസ്സിലായല്ലോ? ഗ്രാഫൈറ്റ് റോളിംഗ് ആണ് ഇത്, നമ്മുടെ ഗ്രാഫീനാണ്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പലരും പല ഫിഗേഴ്സ് കാണിച്ചു, പക്ഷെ ഏറ്റവും നല്ല ഫിഗർ ആയിട്ട് എനിക്ക് തോന്നിയത് നോക്കിക്കേ, ടൈപ്സിനകത്ത് തന്നെ ആം ചെയർ ഉണ്ട്, സിഗ്സാഗ് ഉണ്ട്, കൈറാൾ ഉണ്ട്. അതൊക്കെ എന്തുവാ നോക്കിക്കേ. ഇവിടെ നമ്മൾ റോൾ ചെയ്യുമ്പോൾ നമ്മളൊരു ഷീറ്റിനെ എടുത്ത് നമ്മൾ തന്നെ, ഇപ്പോൾ ഒരു നമ്മുടെ വീട്ടിൽ പായുണ്ട്, ആ പാ നമ്മൾ നല്ല വൃത്തിക്ക് റോൾ ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ ചരിഞ്ഞ് റോൾ ചെയ്യും. ആ ഓരോ രീതിക്കും റോൾ ചെയ്യുന്നതിനനുസരിച്ച് അവിടെ പ്രോപ്പർട്ടീസിന് വ്യത്യാസം വരും. മനസ്സിലായാലും? ഇപ്പൊ ആം ചെയർ ആയിക്കോട്ടെ, സിഗ്സാഗ് ആയിക്കോട്ടെ, കൈറാൾ ആയിക്കോട്ടെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോളിംഗ് ആണ്. അതിനനുസരിച്ചിട്ട് പ്രോപ്പർട്ടീസ് എന്താണ്? പ്രോപ്പർട്ടീസ് വിൽ ചേഞ്ച്. അവിടെ പ്രോപ്പർട്ടീസ് നല്ല മാറ്റം വരും. ആദ്യത്തെ ആം ചെയർ ആണ്. ആം ചെയർ നോക്കിക്കേ. അപ്പം എവിടെ തൊട്ടാണ് നമ്മൾ തുടങ്ങിയെന്ന് വെച്ചാൽ നമ്മുടെ ആം ചെയർ മോഡലാണ്. നമ്മൾ നല്ല വൃത്തിക്ക് റോൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഈ ഒരു ഹെക്സഗൺ കണ്ടോ, ആ ഒരു ഹെക്സഗണും അടുത്തത് ഇങ്ങോട്ട് നോക്കുവാണെന്നത് അതേ ഹെക്സഗൺ ആയിരിക്കും വരുന്നത്. മനസ്സിലായി? അതേ ഹെക്സഗൺ അല്ല, സെയിം ഹെക്സഗൺ. നമുക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലാതെ അപ്പുറത്തെ എൻഡ് കാണാൻ പറ്റും. ഈ ഒരു ഹെക്സഗണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്തെ ഹെക്സഗൺ നമുക്ക് ഒരുപോലെ തന്നെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതായിരിക്കും നമ്മുടെ ആം ചെയർ മോഡൽ. അടുത്തെന്ന് പറയുമ്പോൾ നമ്മുടെ സിഗ്സാഗ് മോഡലാണ്. സിഗ്സാഗ് മോഡൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല, ഇങ്ങനെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു പ്രോപ്പർട്ടി നോക്കിക്കേ, ഇങ്ങനെയാണ്. നിങ്ങൾ ഓരോന്നും സാമ്യമായിട്ട് നിങ്ങൾ മൂന്നിനെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ്. അടുത്തത് കൈറാൾ എന്ന് പറഞ്ഞിങ്ങനെ ചരിച്ചുരുട്ടത്തില്ലേ, ആ ഒരു സംഭവമാണ് കാര്യം. അപ്പൊ ഓരോ റോൾ ചെയ്യുന്നതിനനുസരിച്ചിട്ട് അവിടെ പ്രോപ്പർട്ടീസിന് വ്യത്യാസം വരും. മനസ്സിലായല്ലോ? യെസ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന അത്യാവശ്യം ആരൊക്കെ ആയിക്കോട്ടെ, രണ്ടുപേരും ഇപ്പം സിംഗിൾ വോൾഡ് ആയിക്കോട്ടെ, മൾട്ടി വോൾഡ് ആയിക്കോട്ടെ, അത്യാവശ്യം നല്ല ഗ്രാഫൈറ്റും ഗ്രാഫീനിൽ നിന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അവരുടെ സിന്തസൈസ് ചെയ്ത്. അതുകൊണ്ട് തന്നെ അവർ അത്യാവശ്യം സ്ട്രോങ് ആണ്, ഇലാസ്റ്റിസിറ്റി പ്രോപ്പർട്ടി ഉണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ പറയുന്ന കാർബൺ നാനോ ട്യൂബ്സ് ഈ ഫിഗറിനകത്ത് നിങ്ങൾക്ക് കാണാം കമ്പോസിറ്റ് കാർബൺ നാനോ ട്യൂബ്സ്. എന്താണ്? നമ്മുടെ കാർബൺ നാനോ ട്യൂബ്സിനെ മറ്റുള്ള മെറ്റീരിയൽസിൻ്റെ ഒപ്പം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കോമ്പോസിറ്റ് കാർബൺ നാനോ ട്യൂബ്സ് ആണ്. അവർക്ക് ഭയങ്കര ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ഈ പറഞ്ഞ കോമ്പോസിറ്റഡ് മെറ്റീരിയൽസിനാണ് ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ ഉള്ളത്. മനസ്സിലായല്ലോ? യെസ്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം മെൻഷൻ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കാർബൺ ബേസ്ഡ് നാനോ മെറ്റീരിയൽസിന് എല്ലാത്തിനും തന്നെ എന്താണ്? എനർജി സ്റ്റോറിങ് കേപ്പബിലിറ്റി ഭയങ്കര കൂടുതലാണ്, ഹൈ ആണ്. അതെങ്ങനെയാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. സംഭവം എനർജി സ്റ്റോറിങ് കേപ്പബിലിറ്റി കൂടുതൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഷുഗർ ക്യൂബ് എടുത്തോ, ഇത് ഷുഗർ ക്യൂബാണ്. അപ്പോൾ ഇതിൻ്റെ സർഫസ് ഏരിയ നിങ്ങൾക്ക് നോക്കാം. അപ്പം ഈ ഒരു 2 ഷുഗർ ക്യൂബ് ഉള്ള ഇത്രയൊരു ഏരിയ എന്ന് വിചാരിച്ചോ. ഇത്രയൊരു ഏരിയക്കകത്ത് നമുക്ക് 2 ഷുഗർ ക്യൂബിനെ വെക്കാൻ പറ്റും. അതേ സ്ഥാനത്ത് ഇത്ര ഒരു ഏരിയക്കകത്ത് നമ്മുടെ വീട്ടിലുള്ള പഞ്ചസാരയില്ല, ക്യൂബൊന്നും അല്ലല്ലോ, സാധാരണ പഞ്ചസാരയല്ല, ആ ഷുഗറിനെ എടുത്ത് ഇങ്ങനെ വെക്കുവാണെങ്കിൽ നമുക്ക് ലക്ഷക്കണക്കിന് ഷുഗർ ഈ ഒരു ഏരിയക്കകത്ത് ഫിറ്റാവും. അതിനകത്ത് ഓരോ ഷുഗർ ക്യൂബ് അല്ല, ഓരോ ഷുഗർ പാർട്ടികളിനും അതിൻ്റെതായിട്ടുള്ള സർഫസ് ഏരിയ കാണും. അപ്പം ഇവരുടെ സർഫസ് ഏരിയനെക്കാട്ടി കൂടുതലായിരിക്കും
ഈ പറയുന്ന ഷുഗർ പാർട്ടിക്കിൾസിന്റെ സർഫസ് ഏരിയ. അതേ പ്രോപ്പർട്ടി അല്ലെങ്കിൽ അതേ ആപ്ലിക്കേഷൻ ഒന്ന് നാനോ മെറ്റീരിയൽസിനകത്ത് തിങ്ക് ചെയ്ത്. നോർമലി നാനോ മെറ്റീരിയൽസ് എന്താണ്, വളരെ കുഞ്ഞാണ്, നാനോമീറ്റർ റേഞ്ചിലാണ്. അപ്പോൾ കുറേ നാനോമീറ്റർ റേഞ്ചിലുള്ള പാർട്ടിക്കിൾസ് കൂടി ചേരുമ്പോഴല്ലേ വലിയൊരു സബ്സ്റ്റൻസ് ആവുന്നത്, അല്ലെങ്കിൽ വലിയൊരു മെറ്റീരിയൽ ആണ്. അപ്പോൾ അവരുടെ സർഫസ് ഏരിയ കൂടുതലായിരിക്കത്തില്ലേ. ആ ഒരു ആപ്ലിക്കേഷനാണ് അവരെ കപ്പാസിറ്റേഴ്സ്. നമ്മുടെ ലാബിൽ കണ്ടിട്ടില്ലേടോ നമ്മുടെ കപ്പാസിറ്റർ, അതൊക്കെ നമ്മുടെ നോർമൽ കപ്പാസിറ്റി ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റേഴ്സ് ആണ് അല്ലേ. അതെ, പക്ഷെ അതിലുപരി നമ്മൾ പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് ഇത്. ഏത്? ഈ പറയുന്ന സൂപ്പർ കപ്പാസിറ്റേഴ്സ്. ഓക്കെ ആണോ? യെസ്. അപ്പൊ സൂപ്പർ കപ്പാസിറ്റേഴ്സ് അൾട്രാ ഹൈ കപ്പാസിറ്റർ ആണ്, ഹൈ എനർജി സ്റ്റോറിംഗ് കേപ്പബിലിറ്റി ഉള്ള കപ്പാസിറ്റർ ആണ്. 10 to 100 ടൈംസ് നോർമൽ ആയിട്ടുള്ള നമ്മുടെ കൺവെൻഷണൽ ആയിട്ടുള്ള നമ്മൾ ലാബിലൊക്കെ കാണുന്ന ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിനെ ഉപയോഗിച്ച് 100 മടങ്ങ് എനർജി സ്റ്റോറിംഗ് കേപ്പബിലിറ്റി കൂടുതലുള്ളവരാണ് ഈ സൂപ്പർ കപ്പാസിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. മനസ്സിലാവുന്നുണ്ടോ? അതെ. അപ്പൊ അതിനകത്ത് എന്താണ്, അത് മാത്രമല്ല കപ്പാസിറ്റേഴ്സിന്റെ ചാർജിങ് പെട്ടെന്നാണ് ഇവർ ചാർജ്ഡ് ആവുന്നത്. കപ്പാസിറ്റർ എടോ, കപ്പാസിറ്റർ എന്ന് വെച്ചാൽ നിങ്ങൾ ഫർദർ ആയിട്ട് പഠിക്കും. അവർ ശരിക്കും പറയുമ്പോൾ എന്താണ്, എനർജി സ്റ്റോർ ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള. അപ്പം അവരെ എനർജി സ്റ്റോർ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അവരെ നമുക്കൊരു ബാറ്ററി രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റും. മനസ്സിലായി? അതാണ് ഈ സൂപ്പർ കപ്പാസിറ്റേഴ്സിന്റെ ഒരു ആപ്ലിക്കേഷൻ. അപ്പം നിങ്ങൾ എല്ലാവരും ഈ ഫിഗർ കാണുവാണെന്നുണ്ടെങ്കിൽ ഇത് നോക്കിക്കേ, 2 ഇലക്ട്രോഡുകളുണ്ട്. ഇലക്ട്രോഡ് അല്ല, ശരിക്കും പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ടെർമിനൽ ആണ്, ഇലക്ട്രോഡ് അല്ല, ടെർമിനൽ. ഇത് നെഗറ്റീവ് ടെർമിനലും ഇത് പോസിറ്റീവ് ടെർമിനലും. ഇത് നോക്കിക്കേ, ഈ ആഷ് കളർ അതാണ് ഇലക്ട്രോഡ്. ഈ ഇലക്ട്രോഡ് എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്? കാർബൺ ബേസ്ഡ് നാനോ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പ് പഠിച്ച കാർബൺ നാനോ ട്യൂബ് ആവാം, അല്ലെങ്കിൽ ഗ്രാഫീൻ ആവാം, ഗ്രാഫൈറ്റ്. അപ്പൊ ഗ്രാഫീൻ എടുത്തോ, ആ ഗ്രാഫീൻ എന്ന് പറഞ്ഞ നാനോ മെറ്റീരിയലാണ് ഇലക്ട്രോഡായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. വൈ? ഇവിടാണ് നമ്മുടെ മെയിൻ കാര്യം നടക്കുന്നത്. എന്ത്? ഈ അൾട്രാ ഹൈ കപ്പാസിറ്റർ. ഓക്കെ അല്ലേ? അപ്പൊ 2 പേരുണ്ട്. ഇവിടോട്ട് മാറി നമുക്കൊരു സെപ്പറേറ്റർ ഉണ്ട്. ഇതാണ് നമ്മുടെ ഇലക്ട്രോലൈറ്റ്, ഏതെങ്കിലും ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ആവാം. ഓക്കെ അല്ലേ? ഇവിടെ നമ്മൾ കളക്ടേഴ്സ്, ഒരു കാര്യം ഞാൻ ശരിക്കും വിട്ടുപോയെന്ന് പറയുമ്പോൾ, നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് ലിഥിയം അയോൺ ബാറ്ററി പഠിച്ചില്ല എന്ന്. ലിഥിയം അയോൺ ബാറ്ററിക്കകത്ത് ഞാനിവിടെ ആനോഡിന്റെ സൈഡിൽ കറണ്ട് കളക്ടർ, കാഥോഡിന്റെ സൈഡിൽ കറണ്ട് കളക്ടർ വെച്ചത്. അതെന്താണെന്നറിയോ? ഇപ്പം ആനോഡിൽ നിന്നും ഇലക്ട്രോൺസ് പോയി കഴിയുമ്പോഴത്തേക്ക് ആ ഇലക്ട്രോൺസിനെ ക്യാപ്ചർ ചെയ്യാൻ കുറച്ചും കൂടെ കേപ്പബിലിറ്റി ഈ പറയുന്ന കൊബാൾട്ട് 2 ഓക്സൈഡിനേക്കാളും കുറച്ചുകൂടെ കേപ്പബിലിറ്റി അലൂമിനിയത്തിനാണ്. അതുകൊണ്ടാണ് കറണ്ടിനെ കളക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ കളക്ട് ചെയ്യാനുള്ള കേപ്പബിൾ ആയിട്ടുള്ള എലിമെന്റ്സ് ആണ്. അതാണ് ഇവിടെ കളക്ടേഴ്സ് എന്നും കൂടെ പറയുന്നത്. ടെർമിനൽസ് എന്നുള്ളത് കളക്ടേഴ്സ്, ഇലക്ട്രോൺസിനെ കളക്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ളവരാണ്. ഓക്കെ, അങ്ങനത്തെ മെറ്റീരിയൽസ് വെക്കാറുണ്ട്. ഇതാണ് നമ്മുടെ ഇലക്ട്രോലൈറ്റ്. അപ്പൊ ഞാൻ ഈ ലിഥിയം അയൺ ബാറ്ററിക്കകത്ത് തന്നെ പറഞ്ഞത്, ആനോഡും കാഥോഡും തമ്മിൽ ഇലക്ട്രോലൈറ്റിലൂടെ മിക്സ് ആയി കഴിഞ്ഞാൽ എക്സ്പ്ലോഷൻ സംഭവിക്കും. അതുപോലെ തന്നെ എക്സ്പ്ലോഡ് ആവാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു സൂപ്പർ കപ്പാസിറ്റർ ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സെപ്പറേറ്ററിനെ വെച്ചിട്ടുള്ളത്. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് വർക്കിംഗ് തുടങ്ങിയാലോ? യെസ്. അപ്പൊ എന്താണ് ചാർജിങ് ഓഫ് കപ്പാസിറ്റർ? ഇവരെ ഒരു ബാറ്ററി ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ കപ്പാസിറ്ററിനെ ആദ്യമേ ചാർജ് ചെയ്യേണ്ടേ വേണം. അപ്പൊ നോക്കിക്കേ, നമ്മൾ ഈ പറയുന്ന ഇവിടോട്ട് നെഗറ്റീവ് സപ്ലൈയും കൊടുത്തു, ഇവിടോട്ട് നമ്മൾ ഒരു പോസിറ്റീവ് സപ്ലൈയും കൊടുത്തു. അപ്പൊ നോർമലി കപ്പാസിറ്ററിനകത്ത് എങ്ങനെയാ സംഭവിക്കുക? ഇതാണ് നമ്മുടെ കപ്പാസിറ്റർ അല്ലേ? അതെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും കപ്പാസിറ്ററിനകത്ത് അല്ലേ? അപ്പൊ നോർമലി ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഫ്ലോ ചെയ്ത് കഴിയുമ്പോൾ മാക്സിമം ഇലക്ട്രോൺസ് ആയി മാറും. അപ്പൊ എന്ത് വരും? ഇവിടെ നെഗറ്റീവ് ചാർജും വരും, അപ്പൊ ഓപ്പോസിറ്റ്ലി പോസിറ്റീവ് ചാർജും ഡെവലപ്പ് ചെയ്യും. മനസ്സിലായി? അങ്ങനെയാണ് ഇവിടെ കപ്പാസിറ്റേഴ്സ് ആണ്. അതേപോലെ തന്നെ ഇവിടെ നോക്കിക്കേ, നെഗറ്റീവ് ആണ്. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പൊ ഇവിടെ നെഗറ്റീവ് ടെർമിനലിനകത്ത് നമ്മൾ നെഗറ്റീവ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ പറയുന്ന ഇലക്ട്രോഡ് ആരെ വെച്ചിട്ടാ? നാനോ മെറ്റീരിയലാണ്. ആ നാനോ മെറ്റീരിയൽ വെച്ചിട്ടാകുമ്പോൾ ഇവിടെ എന്താണ്? ഇതെന്താവും മാറും? നെഗറ്റീവ്ലി ചാർജ് ആയി മാറും. അപ്പൊ ഇത് ഗ്രാഫീൻ ആണ്, ഒത്തിരി സർഫസ് ഏരിയ ഉണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? അപ്പം ഇലക്ട്രോഡ്, എല്ലാവരും ശ്രദ്ധിച്ചോളൂ, ഇലക്ട്രോഡാണ്. ഇലക്ട്രോഡിന്റെ സർഫസ് ഏരിയ കൂടുതലാണ്. വൈ? ബിക്കോസ് നമ്മൾ അവരെ നാനോ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് അവരെ ഫാബ്രിക്കേറ്റ് ചെയ്തത്. അപ്പൊ സർഫസ് ഏരിയ കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ ചാർജ് സ്റ്റോറിങ് കേപ്പബിലിറ്റി എന്താണ്? ചാർജ് സ്റ്റോറിങ് കേപ്പബിലിറ്റി വളരെ വളരെ കൂടുതലാണ്. മനസ്സിലായല്ലോ? ഇപ്പൊ നോക്കിക്കേ, ഷുഗർ ക്യൂബും ഷുഗർ പാർട്ടിക്കിളും വെച്ച് പറയുന്ന പോലെ തന്നെ ഈ പറഞ്ഞ ഗ്രാഫീൻ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഇലക്ട്രോണിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒത്തിരി സർഫസ് ഏരിയ ഉണ്ട്. നാനോമീറ്റർ റേഞ്ചിലാണ് ഗ്രാഫീൻ ഒക്കെ പെടുന്നത്. നാനോമീറ്റർ റേഞ്ചിലാകുമ്പോൾ ഒത്തിരി സർഫസ് ഏരിയയുമ്പോൾ ഒത്തിരി ഇലക്ട്രോൺസ് ഉൾക്കൊള്ളും. അതാണ്. അപ്പൊ ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ഈ ഇലക്ട്രോഡ് എന്തായി മാറും? നെഗറ്റീവ്ലി ചാർജ്. ഈ ഇലക്ട്രോഡ് എന്തായി മാറും? പോസിറ്റീവ്ലി ചാർജ്. അപ്പൊ ഇവിടെ ഇലക്ട്രോലൈറ്റ് അല്ലേ? നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോഡ് തൊട്ടടുത്ത് കിടക്കുമ്പോൾ ഇലക്ട്രോലൈറ്റ് എന്താണ്? പ്ലസ് പോസിറ്റീവ് അയൺസും കാണും, നെഗറ്റീവ് അയൺസും കാണും. പോസിറ്റീവ് അയൺസ് എല്ലാം കൂടെ നെഗറ്റീവ് ഇലക്ട്രോണിലോട്ട് വരും, നെഗറ്റീവ് അയൺസ് എല്ലാം കൂടെ പോസിറ്റീവ് ഇലക്ട്രോണിലോട്ട് പോകും. നെഗറ്റീവ് അയൺസ് നെഗറ്റീവ് ഇലക്ട്രോണിന് എടുത്തോട്ട് പോസിറ്റീവ് അയൺസും വന്നു, പോസിറ്റീവ് ഇലക്ട്രോണിന് എടുത്തോട്ട് നെഗറ്റീവ് അയൺസും വന്നു. ഇനി ഒന്ന് പറഞ്ഞേടോ.
എന്തായി മാറി? ഇവിടെ ഡബിൾ ലെയർ ആയി മാറി. നമുക്ക് നോർമൽ ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ് കപ്പാസിറ്ററിനകത്ത് ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ് ചാർജ് ഇത്രേ ഉള്ളൂ, സിംഗിൾ ലെയറാണ്. പക്ഷെ ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ് 2 ലെയർ വന്നു. അങ്ങനാണ് അൾട്രാ ഹൈ കപ്പാസിറ്റർ എന്നുള്ള പേര് വരാൻ കാരണം ഡബിൾ ലെയർ ആണ്. ആ ഡബിൾ ലെയർ കൊണ്ടാണ് ഇവർക്ക് ഒത്തിരി എനർജി സ്റ്റോറിംഗ് കേപ്പബിലിറ്റി വരുന്നത്. ആ ഡബിൾ ലെയറിനകത്ത് കുറച്ചുകൂടെ എഫിഷ്യൻസി വരാൻ കാര്യം എന്താണ്? ബിക്കോസ് വി ആർ യൂസിങ് ഇലക്ട്രോഡ് വിച്ച് ആർ മെയ്ഡ് ഓഫ് നാനോ മെറ്റീരിയൽസ്. ഓക്കെ ആണോ? കാര്യങ്ങൾ മനസ്സിലായോ? ഇതാണ് നമ്മുടെ സൂപ്പർ കപ്പാസിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ ആണോ? യെസ്. അപ്പം ഇവിടെ കൊണ്ട് നമ്മുടെ നാനോ മെറ്റീരിയൽസ് അവസാനിച്ചു. നാനോ മെറ്റീരിയൽസ് പഠിച്ചു, അവരുടെ ടൈപ്സ് പഠിച്ചു, അവരുടെ സിന്തസൈസ് പഠിച്ചു, അവരുടെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു, അതിലൂടെ നമ്മൾ അവരുടെ ആപ്ലിക്കേഷൻസ് പഠിച്ചു. ഓക്കെ ആണോ? ഇനിയാണ് നമ്മുടെ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ. പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടല്ലോ. എന്ന് പറഞ്ഞാൽ അവരുടെ ആപ്ലിക്കേഷൻ ആയാലും നമ്മുടെ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ ഒക്കെ വളരെ വളരെ കൂടുതൽ. ഈ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ വലിയ മോളിക്യൂൾസ് ആണ്, മനസ്സിലായാലും. അവരെ ശരിക്കും ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? കുഞ്ഞി സിമിലർ ആയിട്ടുള്ള യൂണിറ്റ്സുകളെ കൂട്ടിച്ചേർന്ന് നമ്മൾ പറയത്തില്ലേ, ഈ പറയുന്ന ഒരു മുത്തെടുത്ത് അല്ലെങ്കിൽ ഒരു പത്ത് മുത്തെടുത്ത് അവരെ കോർത്ത് കഴിയുമ്പോഴാണ് ഒരു മാലയാവുന്നത്. അതുപോലെ തന്നെ ചെറിയ ചെറിയ ഈ പറയുന്ന യൂണിറ്റുകൾ എന്ന് പറയുന്ന മോണോമർ യൂണിറ്റുകളെ കൂട്ടിച്ചേർത്താണ് നമ്മളൊരു പോളിമർ ഉണ്ടാക്കുന്നത്. മനസ്സിലായാലും. അപ്പൊ പോളിമേഴ്സ് ആർ മോളിക്യൂൾസ് വിത്ത് ലാർജ് മോളിക്യുലാർ മാസസ് ഒബ്റ്റെയിൻഡ് ബൈ ദ കോവാലന്റ് ലിങ്കേജ്. എക്സാക്ട്ലി, വിട്ടുപോയി. കോവാലന്റ് ബോണ്ടിങ് ആണ്. മനസ്സിലായാലും. ഈ പറയുന്ന മോണോമറും തമ്മിൽ കോവാലന്റ് ബോണ്ടിലൂടെ ചെറിയ ചെറിയ മോളിക്യൂൾസ് തമ്മിൽ കോവാലന്റ് ബോണ്ട് ചെയ്താണ് വലിയ മോളിക്യൂൾ ഉണ്ടാവുന്നത്. മനസ്സിലായാലും. ആ ചെറിയ ചെറിയ സെയിം യൂണിറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോണോമർ എന്ന് പറയുന്നത്. നോക്കിക്കേ, കോവാലന്റ് ലിങ്കേജ് ഓഫ് സെവറൽ സ്മോൾ റിപ്പീറ്റിംഗ് യൂണിറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോണോമേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായാലും. അപ്പൊ ഈ മോണോമേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചില മാലകൾ കണ്ടിട്ടുണ്ട്, എല്ലാ മുത്തിനും ഒരേ വലിപ്പമായിരിക്കും. അങ്ങനത്തെ പോളിമറിനെയാണ് നമ്മൾ ഹോമോ പോളിമേഴ്സ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ PVC, പോളിവിനൈൽ ക്ലോറൈഡ്, PVC പൈപ്പ്. ഇനിയിപ്പോ ചില മാലകൾ കണ്ടിട്ടില്ലേ, കുറച്ച് കുഞ്ഞു മുത്ത് കാണും, പിന്നെ വലിയ മുത്ത്, അതുപോലെ പല മുത്തുകൾ കാണും. മീൻസ് ഒരേ ടൈപ്പ് മുത്തായിരിക്കും, പക്ഷെ പല ഷേപ്പിലായിരിക്കും. അതുപോലെ തന്നെ ഡിഫറെന്റ് മോണോമേഴ്സ് കണ്ടില്ല, അതാണ് ഡിഫറെന്റ് കാണിച്ചത്. ഇവിടെ ബ്ലൂ, ഇവിടെ ഷേപ്പിൽ വ്യത്യാസം കണ്ടോ? ഡിഫറെന്റ് മോണോമേഴ്സ് കൊണ്ടുണ്ടാവുന്ന പോളിമേഴ്സിനെയാണ് പോളിമേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ എക്സാമ്പിൾ ആണ് ബ്യൂട്ടഡീൻ സ്റ്റൈറീൻ അല്ലെങ്കിൽ അക്രിലോ നൈട്രൈൽ ബ്യൂട്ടഡീൻ സ്റ്റൈറീൻ. അതൊക്കെ എക്സാമ്പിൾസ് ആണ്. എക്സാമ്പിൾ പഠിച്ചു വെച്ചോണം, ചോദിക്കുന്നതായിരിക്കും. ഓക്കെ ആണോ? യെസ്. അപ്പോൾ പോളിമേഴ്സിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് തോന്നുന്നത്. നോക്കിക്കേ, ഞാൻ പിന്നെയും പറയുന്നുണ്ട്, ബാക്കിയുള്ള കെമിസ്ട്രിയിൽ ബാക്കിയുള്ള ടോപ്പിക്സ് മൊത്തം നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് പഠിക്കാം, കേട്ടല്ലോ. അപ്പം ഞാൻ ഇവിടെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ കുറച്ച് ടോപ്പിക്സ് ആണ് ഞാൻ തന്നിട്ടുള്ളത്. ഓക്കെ ആണോ? യെസ്. അപ്പോൾ കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് ഉണ്ട്. കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് 2 തരത്തിലുണ്ട്. ഇൻട്രിൻസിക്കലി കണ്ടക്റ്റിംഗ് പോളിമേഴ്സ്, എക്സ്ട്രിൻസിക്കലി കണ്ടക്റ്റിംഗ് പോളിമേഴ്സ്. പഠിച്ചിട്ടില്ലേ നമ്മൾ? ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക്സിനാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഈ പറയുന്ന സെമി കണ്ടക്ടർ പഠിച്ചില്ല. അപ്പോൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറും പഠിച്ചില്ലേ? അത് തന്നെയാണ് ഇതിന്റെ അടിസ്ഥാനം. അപ്പം കണ്ടക്റ്റിംഗ് പോളിമേഴ്സിനകത്ത് ഇൻട്രിൻസിക്കലി ഉണ്ട്, എക്സ്ട്രിൻസിക്കലി. ഇൻട്രിൻസിക്കിനകത്ത് കോൺജുഗേറ്റഡ് പൈ ഇലക്ട്രോൺ കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് ഉണ്ട്, ഈ പറയുന്ന ഡോപ്ഡ് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ്. എക്സ്ട്രിൻസിക്കലി കണ്ടക്റ്റിംഗ് പോളിമേഴ്സിനകത്ത് കണ്ടക്റ്റീവ് എലമെന്റ് ഫിൽഡ് പോളിമേഴ്സും ബ്ലെൻഡഡ് പോളിമേഴ്സും. ഓക്കെ ആണോ? ഈ ചാർട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കേട്ടല്ലോ. യെസ്. അപ്പൊ ആദ്യത്തെ ഇൻട്രിൻസിക്കലി കണ്ടക്റ്റിംഗ് പോളിമേഴ്സിനകത്തോട്ട് പോകാം. ഓക്കെ ആണോ? യെസ്. ഇൻട്രിൻസിക്കലി കണ്ടക്റ്റിംഗ് പോളിമേഴ്സിനകത്ത് ആദ്യത്താണ് കോൺജുഗേറ്റഡ് പൈ ഇലക്ട്രോൺ കണ്ടക്റ്റിംഗ് പോളിമർ. ഇങ്ങനത്തെ പോളിമറിനകത്ത് ദേ ഹാവ് കോൺജുഗേറ്റഡ് സെഗ്മെന്റ് ആസ് ദെയർ ബാക്ക് ബോൺ. പ്രത്യേകിച്ചൊന്നും മനസ്സിലായി കാണത്തില്ല, പറഞ്ഞുതരാം. നോക്കിക്കേ, ഇതാണ് കോൺജുഗേറ്റഡ് സെഗ്മെന്റ്. ഡബിൾ ബോൺസ് കണ്ട്, ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നമ്മുടെ പൈ ബോണ്ട്. നമ്മൾ sp2 ഹൈബ്രിഡൈസേഷൻ പഠിച്ചത് ഓർമ്മയുണ്ടോ? അപ്പൊ അതിനകത്ത് അൺഹൈബ്രിഡ് ഓർബിറ്റുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുമ്പോഴല്ലേ പൈ ബോണ്ട് ഉണ്ടാവുന്നത്? അതെ. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ഇങ്ങനെ വിചാരിക്കുക. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ പറയുന്ന കാർബണിനകത്ത് ഇവിടെ ഒരു അൺഹൈബ്രിഡ് ഓർബിറ്റിലാണ്, ഇവിടെ ഒരു ഹൈബ്രിഡ് ഓർബിറ്റ്. അവർ തമ്മിൽ ഓവർലാപ്പ് ചെയ്യും. കണ്ടോ? അതെ, കൊടുത്തിട്ടുണ്ടല്ലോ. അവർ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുമ്പോഴാണ് ഒരു പൈ ബോണ്ട് വരുന്നത്. പിന്നെ ഇവർ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുമ്പോൾ അടുത്ത പൈ ബോണ്ട്. പിന്നെ ഇവർ തമ്മിൽ ഓവർലാപ്പ് ചെയ്യുമ്പോൾ അടുത്ത പൈ ബോണ്ട്. അങ്ങനത്തെ സെഗ്മെന്റ്സ് ആണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുവാണെന്നുണ്ടെങ്കിൽ ഈ കോൺജുഗേറ്റഡ് സെഗ്മെന്റ്സിനകത്ത് പൈ ബോൺസ് ഓൾട്ടർനേറ്റ് ആണ്. ഓൾട്ടർനേറ്റ് പൈ ബോൺസ് ആണ്, കേട്ടല്ലോ. ഓൾട്ടർനേറ്റ് പൈ ബോൺസ് ആണ്. തുരുതുരാന്ന് പൈ ബോൺസ് അല്ല. ഇവിടെ ഒരു കാർബൺ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഇല്ല.
അങ്ങനത്തെ സ്ട്രക്ചർ ഉള്ളവരായിരിക്കും ഈ കോൺജുഗേറ്റഡ് പൈ ഇലക്ട്രോൺ കണ്ടക്ടിങ് പോളിമേഴ്സിന്റെ ബാക്ക് ബോൺ അടിത്തറയാവുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ പറയുന്ന പൈ ബോണ്ടിന്റെ അർത്ഥം എന്താണ്? അൺഹൈബ്രിഡ് ഓർബിറ്റൽ. അൺഹൈബ്രിഡ് ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അൺഹൈബ്രിഡ് പി ഓർബിറ്റൽ. അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ ഇലക്ട്രോൺ എല്ലാം കൂടെ ദേ ഫോംസ് ദീസ് അൺഹൈബ്രിഡ് പി ഓർബിറ്റൽസ് ഫോംസ് എ cloud of delocalized electrons. എഴുതിക്കോളൂ. These pi bonds, these electrons in pi bonds forms a cloud of delocalized ഇലക്ട്രോൺസ്. അപ്പൊ എന്താ സംഭവിച്ചത്? ഈ പറയുന്ന കോൺജുഗേറ്റഡ് പൈ ഇലക്ട്രോൺ കണ്ടക്ടിങ് പോളിമേഴ്സിനകത്ത് എന്തുണ്ട്? ഈ പറയുന്ന ഓൾട്ടർനേറ്റ് ഡബിൾ ബോൺസ് ഉണ്ട്. അപ്പൊ ഈ ഓരോ പൈ ബോണ്ടിനകത്തും ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ഈ ഇലക്ട്രോൺസ് എല്ലാം കൂടെ ദേ ഫോം എ ക്ലൗഡ് ഓഫ് ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺസ്. അങ്ങനെ എന്ത് സംഭവിക്കും? അപ്പൊ ഇവിടെ ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ എന്താണ് ഈ ഒരു എനർജി? എക്സാമ്പിൾ ആണ് അസറ്റിലിൻ, ഒരു എക്സാമ്പിൾ ആണ്. പോളി അസറ്റിലിൻ ഇസ് എക്സാമ്പിൾ ഓഫ് എ പൈ കോൺജുഗേറ്റഡ് പൈ ഇലക്ട്രോൺ കണ്ടക്ടിങ് പോൾ. അപ്പൊ ഈ എനർജി ഈ പറയുന്ന മോളിക്യൂളിലോട്ട് വീഴുമ്പം ഇവിടോട്ട് മാറി നമുക്ക് എന്തുണ്ട്? ഒരു കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ കണ്ടക്ഷൻ ബാൻഡിനകത്തോട്ട് ഈ എനർജി ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലോട്ട് ചാടും. അപ്പൊ കണ്ടക്ഷൻ ബാൻഡിലോട്ട് പോയി കഴിയുമ്പോൾ ദേ ആർ ഫ്രീ ടു മൂവ് ദർ. അങ്ങനാണ് അവിടെ കണ്ടക്ടിവിറ്റി കൂടുന്നത്. ഇത് ഞാൻ എവിടെ പഠിപ്പിച്ചായിരുന്നു? പറഞ്ഞേ. ഞാൻ ഇത് എവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മുടെ ഗ്രാഫീനകത്ത്. അതുപോലെ തന്നെ ഒരു എനർജി വീണ് കഴിയുമ്പോഴത്തേക്ക് അവർ കണ്ടക്ട് ചെയ്യുക. അങ്ങനെയാണ് ഇവിടെ കണ്ടക്ടിവിറ്റി കൂടുന്നത്. അപ്പം നോർമലി ഒരു പോളിമേഴ്സിനകത്ത് അങ്ങനെ പറ്റത്തില്ല. ഇങ്ങനത്തെ കോൺജുഗേറ്റഡ് സെഗ്മെന്റ്സ് ഉള്ള പോളിമേഴ്സിനകത്തോട്ട് വീരുവാണെന്നുണ്ടെങ്കിൽ, കാരണം അവിടെ പൈ ബോണ്ട് ഉണ്ട്. പൈ ബോണ്ട് എല്ലാം കൂടെ ഓവർലാപ്പ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ്? ഒരു ഇലക്ട്രോണിന്റെ മേഘങ്ങൾ പോലെ ക്ലൗഡ്സ് ഉണ്ടാകും. അവിടെ കിടന്ന് അവർക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കും. അപ്പോൾ ഒരു എനർജി വരുമ്പോൾ അവർ ചാടുന്നു, കണ്ടക്ഷൻ നടത്തുന്നു. ദാറ്റ്സ് ഇറ്റ്. അതുകൊണ്ടാണ് ഇവരെ പേര് വന്നേക്കുന്ന കോൺജുഗേറ്റഡ് പൈ ഇലക്ട്രോൺ. കണ്ടല്ലോ, കോൺജുഗേറ്റഡ് സെഗ്മെന്റ് ഉള്ള പൈ ഇലക്ട്രോൺ കണ്ടക്ടിങ് പോളിമേഴ്സ് എന്ന്. മനസ്സിലായോ? യെസ്. ഇതാണ് ഇൻട്രിൻസിക്കലി കണ്ടക്ടിങ് പോളിമേഴ്സിന്റെ ആദ്യത്തത്. അടുത്തത് ഡോപ്ഡ് പോളിമേഴ്സ്. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ പഠിക്കൂ. നമ്മൾ ഇത് എപ്പോൾ തീരും പെട്ടെന്ന് തന്നെ തീർക്കും, കേട്ടല്ലോ. പക്ഷെ കാര്യമില്ല, നിങ്ങൾ ഇങ്ങനെ എന്താണ് സമാധാനത്തോട് കൂടി ഇരുന്ന് പഠിക്കും. ഇത്രയും നമ്മൾ ഈ മനസ്സിലാക്കാതെ പെട്ടെന്ന് ഓടിച്ചിട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ശ്രദ്ധിച്ച് സമാധാനത്തോടുകൂടി ക്ലാസ്സിലോട്ട് കേൾക്കുക, കേട്ടല്ലോ. ഓക്കെ. അപ്പൊ നോക്കിക്കേ, ഡോപ്ഡ് പോളിമേഴ്സ്. രണ്ടാമത് ഇൻട്രിൻസിക്കലി കണ്ടക്ടിങ്ങിനകത്ത് തന്നെ ഡോപ്ഡ് പോളിമേഴ്സ് ഉണ്ട്. അതാണ് നമ്മുടെ എൻ ടൈപ്പും പി ടൈപ്പും ആയിട്ട് വരുന്നത്. മനസ്സിലായി? അപ്പൊ നിങ്ങൾ മിസ്സേ സെമി കണ്ടക്ടറിനകത്ത് ഇൻട്രിൻസിക്കും എക്സ്ട്രിൻസിക്കും വേറെയാണ്. അപ്പൊ അതുകൊണ്ട് കൺഫ്യൂസ്ഡ് ആവണ്ട, കേട്ടല്ലോ. അപ്പൊ ഡോപ്ഡ് പോളിമേഴ്സിനകത്ത് എൻ ടൈപ്പും ഉണ്ട്, പി ടൈപ്പും ഉണ്ട്. അപ്പൊ ഓൾറെഡി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നമ്മുടെ ഓൾറെഡി കോൺജുഗേറ്റഡ് പൈ ഇലക്ട്രോൺ കണ്ടക്ടിങ് പോളിമേഴ്സിൽ അവരുടെ കണ്ടക്ടിവിറ്റി കുറച്ചും കൂടെ കൂട്ടാൻ പറ്റും. മനസ്സിലായി? എങ്ങനെയാണ് കണ്ടക്ടിവിറ്റി കൂട്ടാന്ന് വെച്ചാൽ, എൻ ടൈപ്പിനകത്ത് ഇൻട്രിൻസിക്കലി കണ്ടക്ടിങ് പോളിമർ ഇസ് റെഡ്യൂസ്ഡ് വിത്ത് ലൂയിസ് ബേസ് ആണ്, കേട്ടോ. ലൂയിസ് ബേസ്, സോറി. അപ്പൊ സംഭവം എങ്ങനെയാന്ന് വിചാരിച്ചാൽ, ഇത് നമ്മുടെ ഇൻട്രിൻസിക്കലി കണ്ടക്ടിങ് പോളിമർ ആണ്, എഥലീൻ ആണ്. ഓക്കെ. അതിനകത്തോട്ട് നമ്മൾ ലൂയിസ് ബേസിനെ വെച്ച് അവരെ റെഡ്യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ, ഇവർ ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്യും. നോക്കിക്കേ, ലൂയിസ് ബേസ് അവരെ വെച്ച് റെഡ്യൂസ് ചെയ്യുക. റിഡക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുകയാണ്, അല്ലെ? ഓക്കെ. അപ്പൊ നമ്മളൊരു റിഡക്ഷൻ പ്രോസസ്സാണ് അണ്ടർഗോ ചെയ്യുന്നത്. അപ്പോൾ ഓബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാം, റിഡക്ഷൻ പ്രോസസ് അണ്ടർഗോ ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രോൺ അഡീഷണലി വരികയാണ്. അപ്പൊ അയാൾക്ക് ഇരിക്കാൻ വേണ്ടി ഒരു എക്സ്ട്രാ സീറ്റ് കൊണ്ടുവരുന്നു. അപ്പോൾ ഒരു എക്സ്ട്രാ സീറ്റ് കിട്ടിക്കഴിയുമ്പോൾ എന്താണ്? എല്ലാ ഇലക്ട്രോൺസും അങ്ങനെ ഫ്ലോ ചെയ്ത് അവർക്കൊരു മൂവ്മെന്റ് കൂടുതലായിട്ട് സംഭവിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്ക് ആൻ അഡീഷണൽ ഓർബിറ്റൽ, നോക്കിക്കോ, ആൻ അഡീഷണൽ ഓർബിറ്റൽ is placed to accommodate, എല്ലാവരും നോക്കിക്കോളൂ, to accommodate the additional electron, thereby increasing the മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ്. അങ്ങനെ ഇലക്ട്രോൺസിന്റെ മൊബിലിറ്റി കൂടും. കാരണം എന്താണ്? ഒരാളും കൂടെ വന്നു. ഇപ്പൊ നമ്മൾ 3 പേര് ഭയങ്കര ടൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ആ ഒരു ബെഞ്ചിൽ. അപ്പൊ ഒരു ഇച്ചിരി സ്ഥലവും കൂടെ കൂടുതൽ കിട്ടിയപ്പോൾ എന്താണ്? ഒരാൾക്ക് ഇരിക്കാനുള്ള ഒരു കുറച്ച് സ്ഥലവും കൂടെ കൂടുതൽ കിട്ടി. അപ്പൊ എന്ത് സംഭവിച്ചു? കുറച്ച് നാളിങ്ങനെ നല്ലോണം ഒരുക്കി നടക്കാം. അതുപോലെ അപ്പൊ എന്താണ്? ആൻ അഡീഷണൽ ഓർബിറ്റ് ഈസ് പ്ലേസ്ഡ് ടു അക്കോമഡേറ്റ് ദ അഡീഷണൽ ഇലക്ട്രോൺ, thereby increasing the mobility of electrons, therefore അങ്ങനെ നമ്മൾ കണ്ടക്ടിവിറ്റി കൂട്ടും. അതാണ് എൻ ടൈപ്പിനകത്ത്. പി ടൈപ്പിനകത്ത് എന്താ സംഭവിക്കാന്നറിയോ? ഒരാളെയും എടുത്തും കളയും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സീറ്റിനകത്ത് 2 പേര് കഷ്ടപ്പെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാളെ എടുത്തും കളയാം, പിന്നെ ഒരാൾക്ക് നല്ലോണം ഒരുക്കി നടക്കാം. അതുപോലെ തന്നെ മനസ്സിലായല്ലോ? അപ്പൊ ഇൻട്രിൻസിക്കലി കണ്ടക്ടിങ് പോളിമർ ഈസ് ഓക്സിഡൈസ്ഡ് വിത്ത് ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യുക. ഇലക്ട്രോൺസിനെ ഒരു ഓർബിറ്റിൽ നിന്നും ഇപ്പൊ ഇവിടെ ഒരു ഓർബിറ്റ് ആണെന്ന് വിചാരിച്ചു. ഇവിടെ ഇപ്പോൾ ഒരു 6 ഇലക്ട്രോൺസ് ആണെന്ന് വിചാരിച്ചു. അതിനകത്ത് ഒരാളെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 5 പേരേ ഉള്ളൂ. അപ്പൊ 5 പേരുള്ളപ്പോൾ അവർക്ക് നന്നായിട്ട് ഒരുക്കി നടക്കാം. അങ്ങനെ കണ്ടക്ടിവിറ്റി കൂട്ടാം.
ദാറ്റ്സ് ഇറ്റ്. അതാണ് പി ടൈപ്പ്. ഓക്കെ ആണ്. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് എക്സ്ട്രിൻസിക്കലി കണ്ടക്റ്റിംഗ് പോളിമേഴ്സ്. എക്സ്ട്രിൻസിക്കലി കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് രണ്ട് തരത്തിലുണ്ട്. കണ്ടക്റ്റീവ് എലമെന്റ് ഫിൽഡ് പോളിമേഴ്സും ബ്ലെൻഡഡ് കോപോളിമേഴ്സും. ഈ കണ്ടക്ടിവിറ്റി എലമെന്റ് ഫിൽഡ് പോളിമേഴ്സിന്റെ പ്രത്യേകത എന്താണെന്നറിയാം? ഓൾറെഡി ഉള്ള ഇൻട്രിൻസിക്കലി കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് എടുക്കും. ഇൻട്രിൻസിക്കലി കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് എടുത്തിട്ട് അതിനകത്തോട്ട്, അല്ലെങ്കിൽ നോർമൽ പോളിമേഴ്സും ആയിക്കോട്ടെ, അതിനകത്തോട്ട് എന്താണ് കണ്ടക്ടിവിറ്റി കൂട്ടുന്ന എലമെന്റ്സിനെ ആഡ് ചെയ്യും. എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി കൂട്ടുന്ന ആരൊക്കെയാണ്? ഗ്രാഫീൻ കൂട്ടും, ഫുള്ളറിൻ കൂട്ടും, കാർബൺ നാനോ ട്യൂബ്സ് കൂട്ടും. അങ്ങനത്തെ എലമെന്റുകളെ ആഡ് ചെയ്തിട്ടാണ് ഈ പറയുന്ന എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ കണ്ടക്റ്റീവ് എലമെന്റ് ഫിൽഡ് പോളിമേഴ്സ് ഉണ്ടാക്കുന്നത്. കണ്ടക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ്സിനെ ആഡ് ചെയ്യും. അടുത്തത് ബ്ലെൻഡഡ് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ് എന്താണെന്നറിയാം? ഓൾറെഡി ഉള്ള പോളിമേഴ്സ് ഉണ്ടല്ലോ, കൺവെൻഷണൽ പോളിമേഴ്സ്, അതിനകത്തോട്ട് കണ്ടക്റ്റിംഗ് പോളിമേഴ്സിനെ ആഡ് ചെയ്യും. ശ്രദ്ധിച്ചോളൂ, നോർമലി ഉള്ള പോളിമേഴ്സ്, ഇപ്പൊ ഞാനിവിടെ എന്താണ് കണ്ടക്റ്റീവ് പോളിമേഴ്സ് ആണ് പഠിപ്പിച്ചത്, അതുകൂടാതെ അല്ലാത്ത പോളിമേഴ്സും ഉണ്ട്. അപ്പൊ നോർമൽ പോളിമേഴ്സിനകത്തോട്ട് കണ്ടക്റ്റീവ് പോളിമേഴ്സിനെ ആഡ് ചെയ്യുമ്പോഴാണ് ബ്ലെൻഡഡ് കോപോളിമേഴ്സ്. രണ്ടും തമ്മിൽ മാറിപ്പോയിട്ടും ഇതിനകത്ത് ഓൾറെഡി പോളിമേഴ്സിനകത്തോട്ട് കണ്ടക്റ്റീവ് എലമെന്റ്സിനെയാണ് കൊടുക്കുന്നത്. ഇവിടെ നോർമൽ പോളിമേഴ്സിനകത്തോട്ട് കണ്ടക്റ്റിംഗ് പോളിമേഴ്സിനെ ആയിട്ട് ആഡ് ചെയ്യുന്നത്. സംശയം വരരുത്. ഓക്കെ, ഇതാണ് നമ്മുടെ ടൈപ്സ് ഓഫ് കണ്ടക്റ്റിംഗ് പോളിമേഴ്സ്. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആട്ടോ. അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോളിമേഴ്സിനകത്തെ ലാസ്റ്റ് ആയിട്ടുള്ള സെക്ഷനാണ് നമ്മുടെ ഈ പറയുന്ന പോളി അനിലിനും പോളി പൈറോളും. രണ്ടുപേരും ബോത്ത് ആർ ദ എക്സാമ്പിൾസ് ഓഫ് കോൺജുഗേറ്റഡ് പൈ ഇലക്ട്രോൺ കണ്ടക്റ്റിംഗ് പോളിമേഴ്സ്. മനസ്സിലായല്ലോ? ഈ പോളി അനിലിനും ആയിക്കോട്ടെ, ദേ ആർ ദ എക്സാമ്പിൾ ഓഫ് നമ്മുടെ കോൺജുഗേറ്റഡ് പൈ ഇലക്ട്രോൺ കണ്ടക്റ്റിംഗ് പോളിമേഴ്സ്. അപ്പം what is meant by conjugated pi electron conducting polymers and explain its two examples എന്നൊക്കെ പറയുവാണെന്നുണ്ടെങ്കിൽ തെറ്റ് വരത്തില്ലല്ല. നമുക്ക് അതിനകത്ത് ഡൗട്ട് വരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പോളി അനിലിനും ഇനി പറയാൻ പോകുന്ന പോളി പൈറോളും ഈ പറയുന്ന കോൺജുഗേറ്റഡ് പൈ ഇലക്ട്രോൺ കണ്ടക്റ്റിംഗ് പോളിമേഴ്സിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ സിന്തസിസ് ആണ് മെയിൻ. രണ്ട് തരത്തിൽ സിന്തസൈസ് ചെയ്യാം. ഒന്ന് കെമിക്കൽ മെത്തേഡും ഒന്ന് ഇലക്ട്രോ കെമിക്കൽ മെത്തേഡും. കെമിക്കൽ മെത്തേഡിനകത്ത് അത്യാവശ്യം കട്ടിയായിട്ടുള്ള ഒരു പോളിമർ ആണ് കിട്ടുന്നത്. ഇലക്ട്രോ കെമിക്കലിനകത്ത് വെരി തിൻ ഷീറ്റ് കിട്ടും. വളരെ തിൻ ഫിലിം ആയിട്ടായിരിക്കും ആ കണ്ടക്റ്റീവ് പോളിമർ നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ കെമിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഓക്സിഡേറ്റീവ് പോളിമറൈസേഷൻ എന്ന് വെച്ചാൽ ഓക്സിഡേഷൻ നടക്കുവാണ്. മനസ്സിലായി? ഓക്സിഡേഷൻ സംഭവം എന്ന് വെച്ചാൽ എന്താണ്? ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്. അതാണ് നമുക്ക് ഈ പറഞ്ഞ കെമിക്കൽ ഓക്സിഡേറ്റീവ് പോളിമറൈസേഷൻ. ഇതൊക്കെ സിമ്പിൾ തിയറീസ് ആണ്. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എഴുതിയാൽ മതി. അപ്പൊ ഇതിനകത്ത് എന്താ സംഭവിക്കുക വിചാരിച്ചാൽ, നമ്മുടെ ഈ അനിലിൻ, പോളി അനിലിൻ എന്ന് പറഞ്ഞാൽ അനിലിനിൽ നിന്നാണ് പോളി അനിലിൻ കിട്ടുന്നത്. മനസ്സിലായി? അപ്പൊ നമ്മൾ ഈ അനിലിനെ എടുക്കുന്നു. അനിലിനെ നമ്മൾ ഈ പറഞ്ഞ വാട്ടറിനകത്ത് മിക്സ് ചെയ്യുന്നു. മനസ്സിലായാൽ? സൊല്യൂഷൻ ഓഫ് അനിലിൻ ഇൻ ഡൈല്യൂട്ട് HCl ആണ്. മനസ്സിലായാലും? അതെ, അനിലിനെ. അപ്പം 1 second, ഐ ഹാവ് ടു എന്താണ് അതിനകത്ത് അക്വസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടില്ല. ഐം സോറി, ദർ ഹാപ്പൻസ് ടു ബി മിസ്റ്റേക്ക്. സൊല്യൂഷൻ ഓഫ് അനിലിൻ ഇൻ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അനിലിനെ എടുക്കുക, HCl-നകത്ത് മിക്സ് ചെയ്യുക. ആ ഒരു സൊല്യൂഷനെ അക്വസ് സൊല്യൂഷൻ ഓഫ് അമോണിയം പെർസൾഫേറ്റുമായിട്ട് മിക്സ് ചെയ്യുന്നു. അമോണിയം പെർസൾഫേറ്റ് ഉണ്ട്, അത് അക്വസ് സൊല്യൂഷൻ. അതായത് വാട്ടർ എടുക്കുക, അതിനകത്തോട്ട് അമോണിയം പെർസൾഫേറ്റിനെ മിക്സ് ചെയ്യുക. അങ്ങനെ അക്വസ് സൊല്യൂഷൻ ഉണ്ട്. അതിനകത്തോട്ട് ഈ പറയുന്ന അനിലിൻ വേറൊരു ബീക്കറിനകത്ത് എടുത്ത് അതിനകത്ത് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് എടുത്ത് മിക്സ് ചെയ്ത് ആ ബീക്കറിൽ നിന്നുള്ള കണ്ടന്റ് ഇങ്ങോട്ട് മിക്സ് ചെയ്യുന്നത് നല്ലോണം മിക്സ് ചെയ്യുക. ഈ എല്ലാ പ്രോസസ്സും നടക്കേണ്ടത് 5 ഡിഗ്രി സെൽഷ്യസിൽ. ചൂട് കൂടാൻ പാടില്ല. കാരണം ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് ബോണ്ടിങ്ങിൽ വ്യത്യാസം വരും. അതുകൊണ്ടാട്ടോ. അക്വസ് സൊല്യൂഷൻ ഓഫ് അമോണിയം പെർസൾഫേറ്റ് ഒരു ബീക്കറിലുണ്ട്, സൊല്യൂഷൻ ഓഫ് അനിലിൻ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒരു ബീക്കറിലുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. കോൺസ്റ്റന്റ്ലി അജിറ്റേറ്റഡ്. മനസ്സിലായല്ലോ? കോൺസ്റ്റന്റ്ലി അജിറ്റേറ്റഡ്, നല്ല രീതിയിൽ മിക്സ് ചെയ്തു. മനസ്സിലായല്ലോ? അങ്ങനെ 5 ഡിഗ്രി സെൽഷ്യസിൽ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് താരെ ഒരു ഡെപ്പോസിറ്റ് ഉണ്ടാവും. മനസ്സിലായി? ആ ഡെപ്പോസിറ്റിനെയാണ് നമ്മൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്. ആ പ്രസിപ്പിറ്റേറ്റിനെ എടുത്തിട്ട് വാഷ് ചെയ്യണം വിത്ത് അമോണിയം ഹൈഡ്രോക്സൈഡ്. അമോണിയം ഹൈഡ്രോക്സൈഡ് വാഷ് ചെയ്തിട്ട് അതിനെ എടുത്ത് ഡ്രൈ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഫൈനലി നമുക്ക് ഈ പോളി അനിലിൻ കിട്ടുന്ന വയ കെമിക്കൽ ഓക്സിഡേറ്റീവ് പോളിമറൈസേഷൻ. പക്ഷെ അതിന്റെ സ്ഥാനം നമുക്കിപ്പോൾ ഒരു ഇലക്ട്രോ കെമിക്കൽ മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 2 ഇലക്ട്രോഡ്സ് ആണ്, പ്ലാറ്റിനം ഇലക്ട്രോഡ്സ് ആണ്. അതിനെ നമ്മളൊരു 0.7 വോൾട്ട് ബാറ്ററിയിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അസിഡിഫൈഡ് അക്വസ് സൊല്യൂഷൻ ഓഫ് അനിലിൻ ആണ്. എന്ന് പറഞ്ഞാൽ നേരത്തെ വെറും സൊല്യൂഷൻ ഓഫ് അനിലിൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഇവിടെ അസിഡിഫൈഡ് ആണെന്ന് വെച്ചാൽ അനിലിനെ വാട്ടറിനകത്ത് മിക്സ് ചെയ്യുക, അതിനകത്തും ആസിഡും കാണും. മനസ്സിലായി? അസിഡിഫൈഡ് അക്വസ് സൊല്യൂഷൻ, ആസിഡ് കണ്ടന്റ് കാണും, അനിലിൻ കാണും, വാട്ടറും കാണും. ഇത് മൂന്നും കൂടെ ചേർന്നിട്ടാണ് അസിഡിഫൈഡ് അക്വസ് സൊല്യൂഷൻ ഓഫ് അനിലിൻ വരുന്നത്. മനസ്സിലായി? അങ്ങനത്തെ എണ്ണത്തിനകത്തോട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താണ് സംഭവിക്കുന്നത്? ഒരു ഇലക്ട്രോലൈറ്റിക് പ്രോസസ് ആണ് അല്ലേ? അതെ. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ബാറ്ററി കൊടുത്തിട്ട് നമ്മൾ ഇത് എന്തിന്റെ എക്സാമ്പിൾ ആണെന്നറിയോ? നിങ്ങൾക്ക് മറ്റേ ഇൻട്രൻസിക്കലി നമ്മൾ എന്താണ് ഇംപ്രസ്ഡ് കറന്റ് കാഥോഡിക് പ്രൊട്ടക്ഷൻ പറഞ്ഞില്ല, സോറി, കൊറോഷനകത്ത്, അതേപോലെ തന്നെ. അല്ലെങ്കിൽ നമ്മൾ കോപ്പർ ഇലക്ട്രോപ്ലേറ്റിംഗ് പറഞ്ഞില്ലേ, ആ ഒരു പ്രോസസ് ആണ് സംഭവിക്കുന്നത്. എന്താണ്? ഇലക്ട്രോണിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഈ കാര്യം
നടക്കുന്നത്. എന്ത് നടക്കുന്നത്? നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ മെത്തേഡ് സ്വാഭാവികമായിട്ട് എന്താണ് ഒരു ഓക്സിഡേഷൻ റിഡക്ഷൻ പ്രോസസ് ഒക്കെ അണ്ടർഗോ ചെയ്യും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് പ്ലാറ്റിനം ഫോയിൽ ഇലക്ട്രോഡ്സ് ആണ്, പ്ലേറ്റ് പോലെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ 0.7 വോൾട്ട് ബാറ്ററിയെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ പോളി അനിലിനി പോസിറ്റീവ് ഇലക്ട്രോഡ് ആനോഡുമായിട്ട് നമ്മുടെ പോസിറ്റീവ് ഇലക്ട്രോഡ് കാഥോഡുമായിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കും. അവിടെ നമ്മൾ അതിനെ അങ്ങ് ഫിൽട്ടർ ഔട്ട് ചെയ്തെടുക്കുവാണ്. മനസ്സിലായല്ലോ? ഇതാണ് ഇലക്ട്രോ കെമിക്കൽ മെത്തേഡ്. മറ്റേത് എന്താണ്? കെമിക്കൽ ഓക്സിഡേറ്റീവ് പോളിമറൈസേഷൻ. അതുപോലെ തന്നെ അടുത്തത് പോളിപൈറോൾ ആണ്. അപ്പോൾ പോളിപൈറോൾ എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എ കോൺജുഗേറ്റഡ് പൈ ഇലക്ട്രോൺ കണ്ടക്ടിങ് പോളിമേഴ്സ് ആണ്. അതും നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാം. കെമിക്കൽ ഓക്സിഡേറ്റീവ് പോളിമറൈസേഷനും ഇലക്ട്രോ കെമിക്കൽ മെത്തേഡ്. ഡയറക്ട്ലി ഇങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. മനസ്സിലായി? ഇങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ ഇതിനകത്തും ആരുണ്ട്? നമ്മുടെ അമോണിയം പെർസൾഫേറ്റ് ഉണ്ട്. ഇവിടെയും അമോണിയം പെർസൾഫേറ്റ് ഉണ്ട്. പക്ഷെ 0.1 മോളാറും അതുപോലെ തന്നെ സൊല്യൂഷൻ ഓഫ് ആസിഡ് ഇൻ അനിലിൻ ഒന്നും അല്ല, ഡയറക്ട്ലി പൈറോൾ എടുക്കുന്നു. അതും 0.1 മോളാറും. രണ്ടുപേരും 1:1 റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇതിന്റെ എത്ര അളവുണ്ടോ അത്രയും തന്നെ അളവിൽ ഇത് തന്നെ എടുക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യും? നല്ലോണം കോൺസ്റ്റന്റ്ലി അജിറ്റേറ്റ് ചെയ്യും. നല്ലോണം കോൺസ്റ്റന്റ്ലി അജിറ്റേറ്റ് ചെയ്ത് നമുക്ക് ആ പ്രസിപ്പിറ്റേറ്റിനെ ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? പോളിപൈറോൾ കിട്ടും. പൈറോളിൽ നിന്നും പോളിപൈറോൾ കിട്ടും. അടുത്ത ഇലക്ട്രോ കെമിക്കൽ മെത്തേഡ് ഉണ്ട്. ഇലക്ട്രോ കെമിക്കൽ മെത്തേഡ് ഇതേപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രോളിസിസ് ഓഫ് 0.6 മോളാർ പൈറോൾ. ഇലക്ട്രോളിസിസ് ആണ് സംഭവിക്കുന്നത്. നോക്കിക്കേ, ഇതുപോലെ തന്നെ. മനസ്സിലായല്ലോ? യെസ്. അപ്പം ഇലക്ട്രോളിസിസ് ഓഫ് 0.6 മോളാർ പൈറോൾ ഇൻ അക്വസ് അസിറ്റോനൈട്രൽ സൊല്യൂഷൻ. മനസ്സിലായി? അസിറ്റോനൈട്രൽ സൊല്യൂഷൻ അതിനെ വാട്ടറിനകത്ത് മിക്സ് ചെയ്ത് കഴിയുമ്പോഴാണ് അക്വസ് അസിറ്റോനൈട്രൽ സൊല്യൂഷൻ കിട്ടുന്നത്. അതിനകത്തോട്ട് നമ്മൾ എന്ത് സംഭവിക്കും? ഈ പറഞ്ഞ 0.6 മോളാർ നമ്മുടെ പൈറോൾ ആഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന ഇലക്ട്രോഡ് സെറ്റപ്പ്, അതെ ഇത് തന്നെ. മനസ്സിലായി? ഇലക്ട്രോഡ് സെറ്റപ്പ് കൊടുത്ത് ബാറ്ററി ഒക്കെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് കിട്ടുന്നതാണ് നമ്മുടെ പോളിപൈറോൾ. പൈറോളിൽ നിന്ന് പോളിപൈറോൾ കിട്ടി. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള അടുത്തതാണ് ബോംബ് കലോറിമീറ്റർ. ശരിക്കും പറഞ്ഞാൽ ഫ്യൂവൽസ് ഇല്ലേ, നമ്മുടെ ഫ്യൂവൽ, യെസ്, നമുക്ക് കോൾ ഉണ്ട്, അങ്ങനെ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ പഠിച്ചാൽ അതുപോലെ കോൾ ഉണ്ട്, പലതരത്തിലെ ഫ്യൂവൽസുകളുണ്ട്. അപ്പം ആ ഫ്യൂവൽസിന്റെ കലോറിഫിക് വാല്യൂ ഡിറ്റർമൈൻ ചെയ്യും. വാട്ട് ഇസ് മീൻ ബൈ കലോറിഫിക് വാല്യൂ? നോക്കിക്കേ, നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വുഡൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഫോം ഓഫ് ഫ്യൂവൽ. നമ്മുടെ വീട്ടിലെ വിറകടുപ്പൊക്കെ കാണത്തില്ല. അതെ, നമ്മൾ പറയും നല്ല വിറകാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇഗ്നൈറ്റ് ചെയ്ത് തരുമ്പോൾ നല്ലോണം കത്തി, കുറച്ച് നേരം നല്ലോണം കത്തി, ആഷ് കുറവായിരിക്കും. ചിലതൊന്നും കത്താതെ ഒത്തിരി ആഷ് ഒക്കെ ഉണ്ട്, അത് അത്രയും നല്ല ഫ്യൂവലുകളല്ല. മനസ്സിലായി? അപ്പം ഏത് ഫ്യൂവലാണ് നല്ലോണം കത്തി അതിന് ബൈ പ്രോഡക്റ്റ് ഒക്കെ കുറവ് കിട്ടുന്നത്, അല്ലെങ്കിൽ അത് കത്തി നല്ല രീതിയിൽ അതിന് ഹീറ്റ് കൊടുത്ത് നമുക്ക് നമ്മുടെ യൂസ്, നമുക്കിപ്പോൾ ഫുഡ് കുക്ക് ചെയ്യണം, നല്ലോണം കുക്ക് ചെയ്ത് വരുന്ന അതിനെയാണ് നമ്മൾ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? കലോറിഫിക് വാല്യൂ ഫോർ ഫ്യൂവൽ. അപ്പോൾ കലോറിഫിക് വാല്യൂ ഫോർ ഫ്യൂവൽ കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ പറയുന്ന ബോംബ് കലോറിമീറ്റർ യൂസ് ചെയ്യുന്നത്. ടു ഡിറ്റർമൈൻ the calorific value. ഓക്കെ ആണോ? അപ്പൊ ഈ ബോംബ് കലോറിമീറ്റർ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. ഗ്രൂപ്പ് സി ശ്രദ്ധിച്ചിരിക്കുക. കലോറിഫിക് വാല്യൂ ചോദിക്കാനുള്ള ക്വസ്റ്റൻ ആണ്. അപ്പൊ നോക്കിക്കേ, ഈ പറഞ്ഞ ബോംബ് കലോറിമീറ്ററിന്റെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിക്കേ, ഇവിടെ ഒരു ബോംബ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ബോംബ്, ഈ സ്ട്രക്ചറിനകത്ത് കിടക്കുന്ന സ്ട്രക്ചർ. അതിനകത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിഷ് ഉണ്ട്, അതിനകത്താണ് നമ്മുടെ ഫ്യൂവൽ ഉള്ളത്. ആ ഫ്യൂവലിന്റെ കലോറിഫിക് വാല്യൂ എത്ര നന്നായിട്ട് അവർ കത്തും. മനസ്സിലായല്ലോ? അതെ, അതിന്റെ ഫ്യൂവലിന്റെ കലോറിഫിക് വാല്യൂ കാണണമെങ്കിൽ നമുക്കൊരു ഡിഷ് ഉണ്ട്. ആ ഡിഷിനകത്തോട് നമ്മൾ ഈ പറയുന്ന അതിനെ ക്രൂസിബിൾ എന്ന് പറയുന്നത്. മനസ്സിലല്ലേ? ഈ ഒരു ഡിഷിനെയാണ് ക്രൂസിബിൾ, മെറ്റൽ ക്രൂസിബിൾ ആയിരിക്കും. കാരണം നമ്മൾ ഈ ഫ്യൂവലിനെ കത്തിക്കുമ്പോഴത്തേക്കേ ആ ഫ്യൂവൽ കത്തിക്കഴിയുമ്പോൾ ചൂടാവുമല്ലോ. നമ്മൾ നോർമൽ പാത്രം എടുത്ത് വെച്ച് ചൂടാക്കാൻ പറ്റുമോ? പാത്രം കേടാവത്തില്ലേ? മെൽറ്റ് ആവും. ഈ ക്രൂസിബിൾ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനൊന്നും മെൽറ്റ് ആവത്തില്ല. നമ്മൾ ഏത് ഫ്യൂവലാണ് ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കണം ക്രൂസിബിളിനെ ചൂസ് ചെയ്യാം. കാരണം ക്രൂസിബിളിന്റെ മെൽറ്റിംഗ് പോയിന്റ് നല്ല കൂടുതലായിരിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ആ ക്രൂസിബിളിനകത്തോട്ട് നമ്മൾ ഈ ഫ്യൂവലിനെ ഇടുന്നു. ആ ഫ്യൂവലിനെ എന്നിട്ട് എന്താണ്, നമ്മളൊരു മെഗ്നീഷ്യം വയർ വെച്ചിട്ട് പുറത്തോട്ട് എടുക്കുവാണ്. കാരണം ഇഗ്നൈറ്റ് ചെയ്യണം, അവിടെ കത്തിക്കണ്ടേ. അതെ, ഇത് ഇരിക്കുന്നത് എന്താണെന്നറിയാം? നോക്കിക്കേ, ഇതൊരു ഫുൾ സെറ്റപ്പ് ഇരിക്കുന്ന ഒരു ബോംബ് എന്ന സെറ്റപ്പിനകത്തോട്ടാണ്. ഓക്കെ, എന്നിട്ട് അത് മൊത്തം ഇമേഴ്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വെള്ളം സാമ്പിൾ, വാട്ടർ സാമ്പിൾ ഉണ്ട്. ആ വാട്ടറിന്റെ മാസ് ഒക്കെ ഉണ്ട്. എന്നിട്ട് ഇങ്ങോട്ട് മാറി നമുക്കൊരു സ്റ്റിറർ ഉണ്ട്. കാരണം എന്താണെന്നറിയാം, നമ്മൾ ഈ ഒരു ഇഗ്നൈറ്റ് ചെയ്തിരുമ്പോൾ ചൂട് വരത്തില്ലേ, ആ ഒരു ഹീറ്റ് പ്രൊഡ്യൂസ്, ആ ഹീറ്റിനെ ഡെലിവർ ചെയ്യിപ്പിക്കും പുറത്തോട്ട്. ആ ഹീറ്റിനെ ഡെലിവർ ചെയ്ത് ആ ഹീറ്റ് മൊത്തത്തിൽ ഈക്വലി വാട്ടറിനകത്ത് ഡിസ്ട്രിബ്യൂട്ട് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സ്റ്റിറർ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? എന്നിട്ട് നമ്മൾ ഈ പറയുന്ന തെർമോമീറ്റർ യൂസ് ചെയ്യുന്ന എന്തിനാ? ടെമ്പറേച്ചർ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണോ? യെസ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന സെറ്റപ്പിനകത്ത് വർക്കിംഗ് എങ്ങനെയാണെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ ഈ ഫ്യൂസ് കൊടുക്കും. നമ്മൾ ഈ പറയുന്ന ഫ്യൂസിനകത്ത് നമ്മളൊരു ബാറ്ററി കൊടുത്തിട്ട് അവരെ
ഓൺ ചെയ്യിപ്പിക്കും. ഓൺ ചെയ്യിപ്പിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് ഇഗ്നൈറ്റ് ആവും. നമ്മുടെ ഫ്യൂവൽ ഇഗ്നൈറ്റ് ആവും. ഫ്യൂവൽ ഇഗ്നൈറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഫ്യൂവൽ കത്തും. കത്തിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ചൂട് പുറപ്പെടും. യെസ്, ദ ഹീറ്റ് വിൽ ബി ലിബറേറ്റഡ്. ആ ഹീറ്റ് പുറത്തോട്ട് വന്നിട്ട് ആ ഹീറ്റ് മെക്കാനിക്കൽ സ്റ്റിറർ വെച്ചിട്ട് എന്ത് ചെയ്യും? ആ ഹീറ്റിനെ ഈക്വലി വാട്ടറിനകത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ ആണല്ലോ? യെസ്. എന്നിട്ട് എന്താ സംഭവിക്കുക എന്ന് വിചാരിച്ചാൽ വാട്ടറിനകത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇവിടെ തെർമോമീറ്റർ, ആ തെർമോമീറ്റർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ ഫ്യൂസ് ഒക്കെ കൊടുക്കുന്ന മുമ്പ്, നമ്മൾ ഇഗ്നൈറ്റ് ചെയ്യുന്ന മുമ്പ് വാട്ടറിന്റെ ടെമ്പറേച്ചർ നോട്ട് ചെയ്യും. മനസ്സിലായല്ലോ? വാട്ടറിന്റെ ടെമ്പറേച്ചർ നോട്ട് ചെയ്യും. അത് T1 ആയിരിക്കും. അത് കഴിഞ്ഞ് ഇഗ്നൈറ്റ് ചെയ്ത് കഴിഞ്ഞ് ആ ഹീറ്റ് ഡെലിവറി ചെയ്ത് ഹീറ്റ് ലിബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റ് ലിബറേറ്റ് ചെയ്ത് ഫുള്ളി ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അത് കഴിഞ്ഞൊരു ടെമ്പറേച്ചറിനെ മെഷർ ചെയ്യേണ്ടേ. ആ ടെമ്പറേച്ചറാണ്, അടുത്ത വാട്ടർ ടെമ്പറേച്ചറാണ് T2 എന്ന് പറഞ്ഞാൽ. അതിനൊക്കെ ഈ ടെമ്പറേച്ചർ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ആര് ഉപയോഗിക്കും? തെർമോമീറ്റർ ഉപയോഗിക്കും. നോക്കിക്കേ, സിമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കിക്കേ, നിങ്ങൾ ഗ്രൂപ്പ് സിക്കകത്ത് ഫ്യൂവൽസ് ഉണ്ട്, ലൂബ്രിക്കൻ്റ് ഉണ്ട്, സിമെന്റ് ഉണ്ട്, നാനോ മെറ്റീരിയൽസ് ഉണ്ട്, പോളിമേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നാനോ മെറ്റീരിയൽസും പോളിമേഴ്സും ആണ് നമ്മുടെ ഒരു സെക്ഷൻ. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സെലക്ട് ചെയ്യാൻ ആദ്യം തന്നെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് പഠിക്കണം, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നമുക്കതൊരു ക്വിക്ക് റിവിഷൻ ക്ലാസ് ആണ്, മനസ്സിലായല്ലോ? അപ്പൊ നമ്മുടെ ആ ഒരു ടൈമിനുള്ളിൽ നമ്മൾ മാക്സിമം റിവൈസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കാര്യം. ഓക്കെ ആണോ? ബോംബ് കലോറിമീറ്ററിനകത്ത് നിങ്ങൾക്ക് ചോദിച്ച ക്വസ്റ്റൻ ആണ്, കാരണം ന്യൂമറിക്കൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ കലോറിഫിക് വാല്യൂ മെഷർ ചെയ്യാന്ന് വെച്ചാൽ രണ്ട് ഫോർമുലാസ് ഉണ്ട്. ഒന്ന് ഗ്രോസ് കലോറിഫിക് വാല്യൂ, അടുത്തത് നെറ്റ് കലോറിഫിക് വാല്യൂ ആണ്. അപ്പൊ ഈ ഗ്രോസ് കലോറിഫിക് വാല്യൂയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നറിയോ? പറഞ്ഞു തരാവേ. ഗ്രോസ് കലോറിഫിക് വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഫ്യൂവലിനെ എന്ത് ചെയ്തു? കമ്പസ്റ്റ് ചെയ്തു. ഫ്യൂവലിന്റെ കമ്പസ്റ്റൻ നടന്നു എന്ന് വെച്ചാൽ ഫ്യൂവലിനെ കത്തിച്ചു. മനസ്സിലായി? അപ്പൊ ഒട്ടുമിക്ക ഫ്യൂവലിനകത്ത് ഇപ്പൊ ഈ വിറകിനകത്തും ആയിക്കോട്ടെ ഹൈഡ്രജന്റെ കണ്ടന്റ് കാണും. മനസ്സിലായില്ല? ഹൈഡ്രജന്റെ കണ്ടന്റ് കാണും. അപ്പൊ ഈ ഫ്യൂവൽ കത്തിച്ച് കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് എന്താണ്? ഈ ഹൈഡ്രജനും കമ്പസ്റ്റ് ചെയ്തിട്ട് അവരെന്തായി മാറും? സ്റ്റീമായി മാറും. മനസ്സിലായില്ല? അവർ കത്തിച്ച ആ ഒരു സ്റ്റീമായി മാറും. ആ സ്റ്റീം തണുത്ത് കഴിഞ്ഞ്, ആ സ്റ്റീം തണുത്തിട്ട് ആ ഒരു ചൂട് അവർ ഈ പറഞ്ഞ വെള്ളത്തിന്റെ പുറത്തോട്ട് വിടും. മനസ്സിലായില്ല? എവിടെ പോയി? നമ്മുടെ ഇതാണ് ഫിഗർ. ഇപ്പൊ നമ്മളിപ്പോ ഫ്യൂവലാണ്, ആ ഒട്ടുമിക്ക ഫ്യൂവലിനകത്ത് എന്തുണ്ടാവും? ഹൈഡ്രജനെ കണ്ടന്റ് ഉണ്ടാവും. അപ്പൊ ആ ഹൈഡ്രജൻ കത്തിക്കഴിഞ്ഞ് അവരിൽ നിന്നുണ്ടാവുന്ന സ്റ്റീം എന്ത് ചെയ്യും? ഇവിടെ തന്നെ ആ സ്റ്റീം തണുത്തിട്ട് ഇവിടോട്ട് വന്നിട്ട് ആ ചൂടും ഈ വെള്ളത്തിനകത്തോട്ട് വിടും. അതും കൂടെ കണക്കെടുക്കുമ്പോഴാണ് ഗ്രോസ് കലോറിഫിക് വാല്യൂ വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോഴാണ് ഗ്രോസ് കലോറിഫിക് വാല്യൂ. ലോവർ കലോറിഫിക് വാല്യൂ വരുമ്പോൾ ആ ഹൈഡ്രജൻ ഫ്യൂവലുണ്ടല്ലോ, അത് കത്തി അതിന്റെ സ്റ്റീം വന്നല്ലോ, ആ സ്റ്റീമിനെ നമ്മൾ ഉപേക്ഷിക്കുകയാണ്. ആ ബൈ പ്രോഡക്റ്റിനെ നമ്മൾ കണക്കാക്കുന്നില്ല. അത് കണക്കാക്കാത്തപ്പോഴാണ് ലോവർ കലോറിഫിക് വാല്യൂ അല്ലെങ്കിൽ നെറ്റ് കലോറിഫിക് വാല്യൂ മെഷർ ചെയ്യുന്നത്. ഗ്രോസ് കലോറിഫിക് വാല്യൂനകത്ത് ആ സ്റ്റീം തണുത്ത് ആ സ്റ്റീം കണ്ടൻസ് ചെയ്തു. ഇവിടെ ഇവാപറേഷനും കണ്ടൻസേഷനും അറിയത്തില്ലടോ, പണ്ട് തൊട്ട് കെമിസ്ട്രി പഠിക്കുന്നതാണത്. അപ്പൊ ആ കണ്ടൻസേഷൻ നടക്കുമ്പോൾ ആ ആവി വെള്ളമായി കഴിഞ്ഞാൽ ആ വെള്ളത്തിനകത്തോട്ട് ആ ആവിയുടെ ടെമ്പറേച്ചർ കൊടുക്കും. അതാണ് ഈ ഗ്രോസ് കലോറിഫിക് വാല്യൂനകത്ത് ഇൻക്ലൂഡ് ആവുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ബോംബ് കലോറിമീറ്റർ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഗ്രോസ് കലോറിഫിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ capital W plus small w into T2 minus T1 plus cooling correction minus acid plus fuse correction divided by X ആണ്. കാര്യം പറഞ്ഞുതരാം. X എന്ന് പറയുന്നത് നമ്മൾ ഏത് ഫ്യൂവലിന്റെ കലോറിഫിക് വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്, ആ ഫ്യൂവലിന് ഒരു മാസ് കാണുമല്ലോ, അതെ. അടുത്തത് ക്യാപിറ്റൽ W എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ഇവിടെ വാട്ടർ ഉണ്ട്, ആ വാട്ടറിന്റെ വെയിറ്റ് ആണ്. സ്മോൾ W എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ശരിക്കും പറഞ്ഞാൽ വാട്ടർ ഇക്വലന്റ് ഓഫ് കലോറിമീറ്റർ, ബോംബ്, സ്റ്റിറർ ഒക്കെ പറയും. വാട്ടർ ഇക്വലന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കി, ഇതാണ് നമ്മുടെ കലോറിമീറ്റർ. മനസ്സിലായി? ഇത് വെറും ബോംബാട്ടോ. ഇതാണ് കലോറിമീറ്റർ, ഇതാണ് നമ്മുടെ സ്റ്റിറർ. ഈ എക്യുപ്മെന്റിനെയാണ് നമ്മൾ ബോംബ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾക്ക് ഈ പറയുന്ന കലോറിമീറ്ററിന് എന്തുമാത്രം കേപ്പബിലിറ്റി ഉണ്ട് ഹീറ്റിനെ അബ്സോർബ് ചെയ്തെടുക്കാൻ. ദ കേപ്പബിലിറ്റി ഓഫ് കലോറിമീറ്റർ ടു അബ്സോർബ് ഹീറ്റ്, അത് നമ്മൾ കൊടുക്കുന്നത് ഇൻ ടേംസ് ഓഫ് സ്മോൾ w ആയിരിക്കും. മനസ്സിലായല്ലോ? അതാണ് വാട്ടർ ഇക്വലന്റ് ഓഫ് കലോറിമീറ്റർ, സ്റ്റിറർ, തെർമോമീറ്റർ, ബോംബ് എക്സെട്ര എന്ന് വെച്ചാൽ ഈ പറയുന്ന എക്യുപ്മെന്റുകൾക്ക് എത്ര നന്നായിട്ട് ഹീറ്റിനെ അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റും, അതിനെയാണ് വാട്ടർ ഇക്വലന്റ് W വെച്ചിട്ട് കൊടുത്തേക്കുന്നത്. മനസ്സിലായല്ലോ? യെസ്. അതേ പ്ലസ് T2 മൈനസ് T1 നമ്മുടെ ഈ പറഞ്ഞ ടെമ്പറേച്ചർ ഡിഫറൻസ് പ്ലസ് കൂളിംഗ് കറക്ഷൻ വരുന്നുണ്ട്. ശരിക്കും പറയുവാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വിചാരിച്ചാലും ഈ പറയുന്ന നോക്കിക്കേ, അതിനൊപ്പം തന്നെ ആസിഡ് പ്ലസ് ഫ്യൂസ് കറക്ഷൻ ഉണ്ട്. ഈ ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്യൂവലിനെ ഇഗ്നൈറ്റ് ചെയ്യിപ്പിക്കല്ലേ, ഫ്യൂവലിനെ ഇഗ്നൈറ്റ് ചെയ്യുമ്പോൾ സൾഫ്യൂരിക് ആസിഡോ അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് കണ്ടൻസ് ഒക്കെ വരും. മനസ്സിലായല്ലോ? അതെ. അവരെന്ത് ചെയ്യും? ഈ ആസിഡ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സോതെർമിക് റിയാക്ഷൻ ആണ്. എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന റിയാക്ഷൻ ആണ്. അപ്പൊ ആ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന എക്സോതെർമിക് റിയാക്ഷൻ ആണ്, അതിന്റെ ചൂടും കൂടെ വരും. ശരിക്കും നമ്മുടെ ഫ്യൂവലിന്റെ കലോറിഫിക് വാല്യൂയിൽ പെടുന്നതല്ല, അതുകൊണ്ടാണ് അതിനെ മൈനസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്യൂസ് ഫയർ കറക്ഷൻ ഇടും, ഇതും ചൂടാവും.
ഈ വയറും ചൂടാവും, ആ വയറിന്റെ കൂടെ വരും, അതും നമ്മൾ കണക്കാക്കാൻ പാടില്ല. അത് മൈനസ് ഫ്യൂസ് കറക്ഷൻ. ഓക്കെ ആണോ? യെസ്. അത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിനകത്ത് വരുന്നത്. പക്ഷേ ചിലപ്പോൾ പ്രോബ്ലത്തിനകത്ത് നിങ്ങൾക്ക് പ്രോബ്ലത്തിനകത്ത് ചിലപ്പം ഈ പാരാമീറ്റേഴ്സ് കൂളിംഗ് കറക്ഷനും ആസിഡും ഫ്യൂസും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗ്രോസ് കലോറിഫിക് വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ ക്യാപിറ്റൽ W പ്ലസ് സ്മോൾ w ഇൻറ്റു T2 മൈനസ് T1 ഡിവൈഡഡ് ബൈ എക്സ് കാലറീസ് പെർ ഗ്രാമിലാണ് കലോറിഫിക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡയറക്റ്റ്ലി എല്ലാം തരം ഒന്നും നിങ്ങളായിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കണ്ട കേട്ടല്ലോ. അതാണ് ഇതിൻ്റെ ഒരു വണ്ടർ. ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ചെയ്തെടുക്കാമല്ലോ. അതെ. ഇനി ലോവർ കലോറിഫിക് വാല്യൂവിനകത്ത് നമ്മൾ ഈ ഗ്രോസ് കലോറിഫിക് വാല്യൂ HCV എന്ന് പറഞ്ഞാലും GCV സെയിം തന്നെ, മൈനസ് ഓഫ് 0.09H ഇൻറ്റു 587 കാലറീസ് പെർ ഗ്രാം. ഈ 587 ആണ് നമ്മുടെ എന്താണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് സ്റ്റീം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈഡ്രജൻ ഫ്യൂവൽ ഉണ്ടല്ലോ, ആ ഫ്യൂവല് ശരിക്കും നല്ലോണം ചൂടായി കഴിഞ്ഞിട്ട് അവർ 100 ഡിഗ്രി സെൽഷ്യസിൽ ചൂടായി കഴിഞ്ഞ് അവർ ആ സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് സ്റ്റീമിലോട്ട് പോകുന്ന ഒരു സമയമുണ്ട്. മനസ്സിലായി? ആ ടെമ്പറേച്ചർ ഇതിൽ നിന്ന് സ്റ്റീം ആവുന്ന ആ ഒരു കണ്ടന്റ് ആണ് ലേറ്റന്റ് ഹീറ്റ് ഓഫ് സ്റ്റീം എന്ന് പറയുന്നത്. മനസ്സിലായാലും അതും നമ്മൾ പരിഗണനപ്പെടണം. കാരണം നമ്മൾ അതിനെ കളയുവാണ്. ഗ്രോസ് കലോറിഫിക് വാല്യൂവിനകത്ത് ആ സ്റ്റീം തണുത്ത് കണ്ടൻസ് ചെയ്തിട്ട് ആ ചൂടും കൂടെ ഈ പറയുന്ന വെള്ളത്തിനകത്തോട്ട് കൊടുത്തു കഴിയുമ്പോഴാണ് ഗ്രോസ് കലോറിഫിക് വാല്യൂ കിട്ടുന്നത്. പക്ഷെ അത് നമ്മൾ ഇതിനകത്ത് പരിഗണിക്കാൻ പാടില്ല. ഓക്കെ ആണോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളതാണ് ഗ്രൂപ്പ് സിക്ക് തന്നെയാണ് പ്രോപ്പർട്ടീസ് ഓഫ് ലൂബ്രിക്കൻ്റ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായല്ലോ? കാരണം ലൂബ്രിക്കൻസിനകത്ത് എപ്പോഴും അനലിൻ പോയിന്റ് എന്താണ്, ഫ്ലാഷ് പോയിന്റ് എന്താണെന്ന് ഒട്ടുമിക്ക തവണ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം കൂടെ തന്നെ ഇതും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഐ എം വൈൻഡിങ് അപ്പ് ദ സെഷൻ. ഓക്കെ. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ലൂബ്രിക്കൻ്റ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ പ്രോപ്പർട്ടി വിസ്കോസിറ്റി ആണ്. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസ് ടു ഫ്ലോ ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ വീട്ടിൽ എണ്ണയും കാണും വെള്ളവും വിചാരിച്ചു, എന്നിട്ട് ഇങ്ങനത്തെ ഒരു സ്ലൈഡിങ് ആയിട്ടുള്ളൊരു നമ്മുടെ എന്താണ് വെജിറ്റബിൾ ചോപ്പ് ചെയ്യുന്ന കട്ടിംഗ് പ്ലേറ്റ് എടുത്തോളൂ. എന്നിട്ട് നമ്മൾ വെള്ളത്തിന് ഒഴിച്ച് കഴിയുമ്പോൾ അത് പെട്ടെന്ന് ഫ്ലോ ചെയ്യും. എണ്ണ അതുപോലെ ഫ്ലോ ചെയ്യും ഇല്ല. അതാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. എണ്ണയ്ക്ക് വിസ്കോസിറ്റി കൂടുതലാണെന്ന് പറയും. അപ്പോൾ വിസ്കോസിറ്റി റെസിസ്റ്റൻസ് ടു ഫ്ലോ ആണ്. അപ്പോൾ ഏത് ലൂബ്രിക്കൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ പാടോ? നമ്മൾ സൈക്കിളിനൊക്കെ നമ്മൾ പറയുന്നത് ലൂബ്രിക്കൻ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് എന്താണ്? 2 മൂവിങ് സർഫസ് ആണ്. ഇപ്പോൾ 2 ഗിയർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രിക്ഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലൂബ്രിക്കൻസിനെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ലൂബ്രിക്കൻ്റ് ഒരിക്കലും ഇങ്ങനെ ഒഴുകി പോകാൻ പാടുണ്ടോ? ഇല്ല. അത് നന്നായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ അവിടെ പിടിച്ചു നിന്നാൽ മാത്രം ആ എണ്ണമയം ഉണ്ടാകും. നമ്മൾ വീടുകളിൽ ഡോർ ഇങ്ങനെ നമ്മൾ തുറക്കുമ്പോൾ ഹിഞ്ചസ് ഇങ്ങനെ കീന്ന് ശബ്ദം എടുക്കത്തില്ല. അപ്പം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കത്തില്ല. ആ ഒരു പരിപാടി തന്നെയാണ്. അപ്പം വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കുകയോ ഇല്ല. അത്രേ ഉള്ളൂ. അപ്പോൾ വിസ്കോസിറ്റി എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ് ഫ്ലോ. അടുത്ത വിസ്കോസിറ്റി ഇൻഡെക്സ്. വിസ്കോസിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വിസ്കോസിറ്റി വിത്ത് ടെമ്പറേച്ചർ. ശരിയാണ്, എണ്ണയൊന്നും അത്രയും നല്ല വിസ്കസ് അല്ല, അല്ലെങ്കിൽ വിസ്കസ് എന്നല്ല, അത്രയും നല്ല ലൂബ്രിക്കൻ്റ് അല്ല, ടെമ്പററി ലൂബ്രിക്കൻ്റ് മാത്രമാണ്. അപ്പോൾ വിസ്കോസിറ്റി ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഈ ചില ലൂബ്രിക്കൻസ് ഉണ്ട്, ആ ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് അവരുടെ ആ ഒരു വിസ്കോസിറ്റി നഷ്ടപ്പെടും. അപ്പം നമ്മുടെ ഈ പറയുന്ന ഏത് ലൂബ്രിക്കൻ്റിനെ വിസ്കോസിറ്റി ഇൻഡെക്സ് ഹൈ ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എന്താണ്? ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് അവിടെ വിസ്കോസിറ്റിക്ക് വലിയ രീതിയിലുള്ള മാറ്റം വരാൻ പാടില്ല. ദ ചേഞ്ച് ഇൻ വിസ്കോസിറ്റി വിത്ത് ടെമ്പറേച്ചർ ഷുഡ് ബി ലോ ഫോർ എ ഗുഡ് ലൂബ്രിക്കൻ്റ്. മനസ്സിലായല്ലോ? എന്ന് പറഞ്ഞാൽ അതേ തിരിഞ്ഞു പോയതും ചേഞ്ച് ഇൻ വിസ്കോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ലോ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിസ്കോസിറ്റി ഇൻഡെക്സ് ഹൈ ആണ്. അതാണ് റെക്കമെൻഡഡ്. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അറിയാമല്ലോ. അതെ. അടുത്ത ഫ്ലാഷ് ആൻഡ് ഫയർ പോയിന്റ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. 3 മാർക്സിന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ്. ഫ്ലാഷ് ആൻഡ് ഫയർ പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ലൂബ്രിക്കൻ്റിനെ എടുത്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ ലൂബ്രിക്കൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹീറ്റ് ആവും. മനസ്സിലായല്ലോ? ഹീറ്റായി കഴിയുമ്പോൾ ഈ ഒരു മിനിമം ടെമ്പറേച്ചർ ഉണ്ട്. ഏത് മിനിമം ടെമ്പറേച്ചറിലാണ് ആ ഓയിൽ ഒരു ഫ്ലെയിം ശരിക്കും പറഞ്ഞാൽ വേപ്പേഴ്സിനെ തരും. ആ വേപ്പറിൻ്റെ അടുത്തോട്ട് നമ്മളൊരു ഇഗ്നിഷൻ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ തീപ്പെട്ടി കൊണ്ട് ചെല്ലുവാണെന്നുണ്ടെങ്കിൽ ആ വേപ്പർ പെട്ടെന്ന് ഒരു സെക്കൻഡിലേക്ക് ഒന്ന് ഇഗ്നൈറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ ടെമ്പറേച്ചറാണ് മിനിമം ടെമ്പറേച്ചർ ദാറ്റ് ഓയിൽ ഗീവ് സഫിഷ്യന്റ് വേപ്പർ ദാറ്റ് ഇഗ്നൈറ്റ്സ് ഫോർ എ മൊമെന്റ്. മനസ്സിലായല്ലോ? ആ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ അത്യാവശ്യം ചൂടായി കഴിയുമ്പോൾ വേപ്പേഴ്സ് നൽകും. ആ വേപ്പേഴ്സ് തന്നിട്ട് നമ്മൾ ആ വേപ്പറിൻ്റെ അടുത്തോട് നമ്മൾ പെട്ടെന്ന് ഒരു മാച്ച് സ്റ്റിക്കോ അല്ലെങ്കിൽ ലൈറ്ററോ കൊണ്ട് എത്തിക്കുമ്പോഴത്തേക്ക് പെട്ടെന്നൊന്ന് കത്തി പിന്നെ അങ്ങ് നിന്നു. ആ ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ ഏതാണ്? അതാണ് ഫ്ലാഷ് പോയിന്റ്. ഫയർ പോയിന്റ് അങ്ങനെയല്ല. നമ്മൾ അത്യാവശ്യം ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ ഓയിൽ എന്ത് നൽകും? നമ്മൾ ഫ്ലെയിം കൊടുക്കുവാണ്. കേട്ടല്ലോ? അപ്പം മിസ്സേ ഓയിൽ എങ്ങനെ ചൂടാകുന്ന വെച്ചാൽ നമ്മൾ അതിനെ കത്തിക്കുവാണ്. മനസ്സിലായി? പ്രോപ്പർട്ടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ എടുത്തു, അതിനെ നമ്മൾ ചൂടാക്കി കഴിയുമ്പോഴത്തേക്ക് അതിൽ നിന്ന് വേപ്പേഴ്സ് വന്ന് ആ വേപ്പേഴ്സ് വന്നിട്ട് നമ്മൾ അതിനെടുത്തോട്ട് ഒരു ലൈറ്ററിനെ കൊണ്ടുവന്ന് കത്തിച്ച് കഴിയുമ്പോൾ കുറച്ച് നേരത്തേക്ക് ആ ഫ്ലെയിം നിൽക്കുവാണെന്നുണ്ടെങ്കിൽ അതാണ് ഫയർ പോയിന്റ്. അപ്പോൾ ഫയർ പോയിന്റ് ആണ് കൂടുതൽ ഫ്ലാഷ് പോയിന്റിനെക്കാട്ടിലും. ഓക്കെ ആണോ? ഇതൊക്കെ തന്നെ മിനിമം ടെമ്പറേച്ചറാണ്. രണ്ടും മിനിമം ടെമ്പറേച്ചർ കേട്ടോ. മിനിമം ടെമ്പറേച്ചർ ദാറ്റ് ദ ഓയിൽ ഗീവ് സഫിഷ്യന്റ് വേപ്പേഴ്സ് സോ ദാറ്റ് the
സോ ദാറ്റ് ദ ഇഗ്നിഷൻ കണ്ടിന്യൂസ്, അല്ലെങ്കിൽ ആ ഫ്ലെയിം ബേൺസ് കണ്ടിന്യൂസ്ലി ഫോർ അറ്റ്ലീസ്റ്റ് 5 to 10 സെക്കൻഡ്സ്. ആ ഒരു അത്രയും സെക്കൻഡിലേക്കൊന്ന് ആ ഒരു ഫ്ലെയിമിനടുത്തോട്ട് നമ്മൾ ലൈറ്റർ കൊണ്ടൊന്ന് കത്തിക്കുവാണെങ്കിൽ ആ ഫ്ലെയിം കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുവാണെന്നുണ്ടെങ്കിൽ അതാണ് ഫയർ പോയിന്റ്. അടുത്ത അനലിൻ പോയിന്റ്. അനലിൻ പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ലൂബ്രിക്കൻസ് പലയിടത്തും ചെയ്യാറുണ്ട്. നമ്മുടെ ഇൻസുലേഷൻ എടുത്തൊക്കെ ലൂബ്രിക്കൻസ് കൊടുക്കാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അനലിൻ പോയിന്റ് ഇസ് എ ഇൻഡിക്കേഷൻ ഓഫ് ദ പോസിബിൾ ഡിറ്റ്യൂറേഷൻ ഓഫ് ഓയിൽ വെൻ കംസ് ഇൻ കോൺടാക്ട് വിത്ത് റബ്ബർ, പ്ലാസ്റ്റിക് അങ്ങനത്തെ ഇൻസുലേഷൻ്റെ അടുത്തോട്ട് കോൺടാക്റ്റിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ ലൂബ്രിക്കൻറ്റിന് ഒരു പ്രശ്നമുണ്ട്. ചില ലൂബ്രിക്കൻറ്റിന് എന്താണെന്ന് വെച്ചാൽ അവർ ഈ റബ്ബറുമായിട്ട് റിയാക്ട് ചെയ്ത് കളയും. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ ഇൻസുലേഷനോ അല്ലെങ്കിൽ ലൂബ്രിക്കേഷനോ പർപ്പസ് നല്ലോണം നടക്കത്തില്ല. അതാണ് അനലിൻ പോയിന്റ്. ശരിക്കും പറഞ്ഞാൽ അനലിൻ പോയിന്റ് എങ്ങനെ ഡിറ്റക്ട് ചെയ്യാന്നറിയാം. നമ്മൾ ഈ പറയുന്ന ഒരു അനിലിനും എടുക്കുന്നു, ഒരു ഓയിലും എടുക്കുന്നു, നമ്മുടെ ഈ അനിലിനും എടുക്കുന്നു. ഓക്കെ ആണോ? എന്നിട്ട് ഇവർ നന്നായിട്ട് മിക്സ് ചെയ്യും. ടെമ്പറേച്ചർ കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അവർ നല്ലോണം മിക്സ് ആവും. അത് കഴിയുമ്പോൾ അവരെ തണുപ്പിച്ച് കഴിഞ്ഞൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ ഓയിലും അനിലിനും ഉണ്ട്. അവരെന്ത് ചെയ്യും? അവർ ആ രണ്ട് ഫേസുകൾ സ്പ്ലിറ്റ് ആവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെള്ളവും എണ്ണയും കൂടെ നിങ്ങൾ മിക്സ് ചെയ്ത് നോക്കുക. അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും മിക്സ് ആവത്തില്ല. നന്നായിട്ട് അടിച്ചടിച്ച് നിങ്ങൾ മയോണൈസ് ഒക്കെ ഉണ്ടാക്കുന്നവരായിരിക്കുമല്ലോ പലരും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വെള്ളവും എണ്ണയും കൂടെ മിക്സ് ചെയ്യാൻ പറ്റില്ല. രണ്ട് ഇമ്മിസിബിൾ ലിക്വിഡ്സ് ആണ്. അതുപോലെ തന്നെയാണ് ഓയിലും അനിലിനും, രണ്ട് ഇമ്മിസിബിൾ ആണ്. അവരെ നന്നായിട്ട് അജിറ്റേറ്റ് ചെയ്ത് അവരെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ചൂട് വെച്ചിട്ടാണ് തണുപ്പിക്കുന്നത്. ചൂട് വെച്ചിട്ട് അവർ മിക്സ് ചെയ്യിപ്പിക്കാം, എന്നിട്ട് നമ്മൾ ഫ്ലെയിം അങ്ങ് മാറ്റി അവർ തണുപ്പിച്ച് കഴിഞ്ഞിട്ട് പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുമ്പോൾ ഈ അനിലിനും ഓയിലും സെപ്പറേറ്റ് ഔട്ടാണ്. ആ ടെമ്പറേച്ചറാണ് അനിലിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായല്ലോ? ശരിക്കും പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അനിലിൻ പോയിന്റ് അറിഞ്ഞിരിക്കണം. അനിലിൻ പോയിന്റ്, ആ ഒരു അനിലിൻ കണ്ടന്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പെട്ടെന്ന് ഈ പറയുന്ന ലൂബ്രിക്കന്റ് റബ്ബറുമായിട്ടൊക്കെ റിയാക്ട് ചെയ്യും. മനസ്സിലായല്ലോ? അതാണ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഓഫ് ലൂബ്രിക്കൻസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് വേറെ ടോപ്പിക്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. ആപ്പ് പർച്ചേസ് ചെയ്തിട്ടായാലും നിങ്ങൾക്ക് പഠിക്കാം. അതിനകത്ത് ക്ലിയർ ആയിട്ട് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം now I'm winding up the session. Thank you.